പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കണം. അത് ശരിക്കും ഇക്കോളജി തന്നെയാണ്. അതായത് പ്രകൃതി, മനുഷ്യൻ പ്രകൃതിയുമായി എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന് കാണിക്കുകയാണ്. അപ്പം അത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തിരിച്ചു വയ്ക്കേ. നമ്മൾ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള ഒരു രോഗത്തിൻ്റെ പേരാണ് അലർജി, അല്ലേ? അലർജി ഇല്ലേ? ഇപ്പോൾ അലർജി പറഞ്ഞാൽ എന്താ? ഒരാൾക്കിപ്പോൾ ഒരു മരം, ഒരു വൃക്ഷം, ഒരു വസ്തു, ഒരു വാഴ അല്ലെങ്കിൽ ഒരു സാധനം, മുരിങ്ങ അല്ലെങ്കിൽ കായ അലർജി ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? തൊട്ടാൾക്ക് ചൊറിയും. ഇപ്പം തൊട്ടാൽ ചൊറിയെങ്കിൽ അതിന് ശക്തി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഇപ്പം ചേര് എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട്, ചേര്. ഈ ചേരിൻ്റെ ചേര് ദേഹത്ത് തട്ടി കഴിഞ്ഞാൽ ചൊറിയും. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ആ ചേരിലുള്ള ഏതോ ഒരു രാസവസ്തു ഇദ്ദേഹത്തിൻ്റെ ശരീരമായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലേ? അതിന് മറുപടി പറയാണ് എന്ത്? അതിന്റെ ആന്റിഡോട്ട് വേറൊരു മരാ കേട്ടില്ല, താനി. ചേര് ചൊറിഞ്ഞാൽ താനിയെ പിടിച്ചാൽ മതി. താനിയുടെ നേര് അതിന്റെ ആന്റിഡോട്ടാ. പിന്നെ പറയും ചക്ക തിന്നാ ചുക്ക് മതി. ചക്ക നല്ലതാ, പക്ഷെ അധികം തിന്നാ ജീർണം പിടിക്കും. ചുക്ക് ആണ്. അത് മാങ്ങയ്ക്ക് തേങ്ങ എന്നാണ്. മാങ്ങ തിന്ന് വയറിളക്കം പിടിച്ചാൽ നാളികേരം കൊണ്ടുള്ള പ്രയോഗം അതിനെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒന്നിന് റിയാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റില്ല. അലർജിയുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഒരു ജോലിസുണ്ടാവാറുണ്ട്. പ്രശ്നത്തിന് പോയാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴേ എന്താ കൂട്ടം സാമ്പാറല്ലേ? അല്ല, മുരിങ്ങക്കായ കിട്ടില്ലേ? ഉണ്ട്, നക്കി വേണ്ട. ആ മുരിങ്ങക്കായ അലർജിയാ. അതുമാതിരി എൻ്റെ ഒരു പിന്നെ വേണ്ടപ്പെട്ട ഡോക്ടറുണ്ട്, കുടുംബ ഡോക്ടറാ. അദ്ദേഹം എവിടെയും ചെന്നാൽ ചായ കഴിക്കും. അയ്യോ വേണ്ട, എന്താ ചായ? അത് വേണ്ട, എന്തെങ്കിലും ഒന്നാ കാപ്പി വേണ്ട, വല്ലാതെ ചെറുന്ന പാൽ ഒഴിക്കാതെ തരുന്നത്. അപ്പോഴും എന്താ സംഭവം? ഇതിന് പാല് അലർജിയാ. പാല് വരിച്ചെന്നാൽ അപ്പോൾ ഇറങ്ങും. ഇതൊക്കെ മനുഷ്യനായിട്ടും മൃഗവുമായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിനാണ്, നായ പുല്ല് തിന്നുന്നു. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. നായേ പുല്ല് തിന്നണത് കാണാം. നായക്ക് വേറെ എന്തൊക്കെ ഇവിടെ തിന്നാണ്ട് ഡോഗ് ഫീഡൊക്കെ ഉണ്ട്. പക്ഷെ നായ വിട്ട് കഴിഞ്ഞാൽ മുമ്പിന് പുല്ല് തിന്നു. ആ പുല്ല് ഏതാണെന്ന് നമുക്കറിയില്ല, അത് നായ്ക്കറിയാം. നായ വിട്ടാ പുല്ല് തിന്നാണ്. അത് ഔഷധം അറിയാം. അവൻ്റെ എന്തോ അസുഖം തീരാനുള്ള ഇത്. അവന് ഡോക്ടറെ കണ്ട ആവശ്യമില്ല. എപ്പോഴേലും മൃഗ ഡോക്ടറുള്ളൂ, അന്നില്ല, അല്ലേ? അപ്പൊ ആ പുല്ല് തിന്നാ അവൻ്റെ സൂക്കട് മാറും. മൂർഖൻ പാമ്പിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പവർ ഒരു ജീവിക്ക് കൊടുത്തിട്ടുണ്ട്, അറിയാലോ? കീരി. ഈ കീരിക്ക് ചെയ്യാനുള്ള ശക്തിയൊന്നും ഇല്ല. പാമ്പ് കൂടി ചുറ്റി കഴിഞ്ഞാൽ കീരിയുടെ ആഫീസ് കൂട്ടും. പക്ഷേ കീരി മരുന്ന് പൂതണ മരുന്നാണ്. കീരിക്ക് ഒരു പ്രത്യേക മരുന്ന് അറിയാം. കീരി പാമ്പിനെ കണ്ടാൽ ഉടൻ പോയിട്ട് ഈ മരുന്നെടുത്ത് അവൻ്റെ വായിലുണ്ടാവും. അല്ലേ? കീരിയുടെ വായില് അതിന്റെ മണം കേട്ടാൽ പാമ്പിന്റെ പത്തി തന്നെ താഴും. അങ്ങനെയാണോ വായിക്കണത്? ഓരോന്നിനുണ്ട്. ഇനിയിപ്പോ നിങ്ങളെ ഇതിനെക്കുറിച്ച് ഒരു എന്താ പറയുക അഭിപ്രായം പറഞ്ഞുതരട്ടാ. അത് നിങ്ങൾ വിലക്ക് എടുക്കരുത്. ഈ നക്ഷത്രങ്ങൾക്ക് സ്ഥാനമുണ്ട്. ഉണ്ടൊക്കെ തന്നെയാണ് പറയണത്. ഇപ്പൊ ഇതിനിപ്പോ യാതൊരു തെറ്റില്ല. നിങ്ങൾ ചെയ്തൊരു മഹത്തരമായ കാര്യം. അത് സംശയിക്കുക. അതിന്റെ പിന്നെ പ്രയോക്താക്കളോട് ആ ആശയം ഉദിച്ചവരുടെ മുന്നിൽ ഞങ്ങൾ ജ്യോത്സ്യന്മാരെല്ലാവരും നമസ്കരിക്കുക. കാരണം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇതിൽ അങ്ങേയറ്റത്ത് സന്തോഷമുണ്ട്. കോട്ടക്കൽ ആര്യശാലിൽ മാത്രമേ ഇത് ഞാൻ വേറെ കേട്ടിട്ടുള്ളൂ. അപ്പൊ ആ ആശയം തന്ന ആള് ആരാണെങ്കിലും അത് ശരി. ഞാൻ ഒരമ്പലത്തിനും ഇല്ല. സ്ഥലവും വേണല്ലോ. അപ്പൊ അത് വളരെ നന്നായി. എന്നാ ദേവസ്വം ബോർഡിന്റെ എല്ലാ അമ്പലങ്ങളും ഇല്ലല്ലോ, നന്നായി. പിന്നെ ചെയ്യാമായിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അതിന്റെ നക്ഷത്രങ്ങളുടെ സ്ഥലം. അശ്വതി, ഭരണിയും, കാർത്തിക, കാലം, മേടക്കൂറ്. ഇപ്പൊ മേടൻ രാശി നിൽക്ക് മേഷാശി പ്രഥമ നവക്ഷചരണ. കിഴക്ക് ഭാഗത്തിനെ രണ്ടാക്കി ഭാഗിച്ചാൽ ഇടത്ത് ഭാഗത്ത് 30 ഡിഗ്രി മേടൻ രാശിയാണ്. 2.25 രാശി, 2.25 നക്ഷത്രം. അവിടെയാണ് ശരിക്കും അശ്വതിയും ഭരണിയും കാർത്തികക്കാലും. അപ്പൊ അശ്വതി നക്ഷത്രത്തിന്റെയും ഭരണി നക്ഷത്രത്തിന്റെയും കാർത്തിക നക്ഷത്രത്തിന്റെയും വൃക്ഷം വേണ്ടത് എളുപ്പമാത്താന്ന്. അങ്ങനെ ആകാമായിരുന്നു, പക്ഷെ സാരമില്ല, ക്രമാവുമായിരുന്നു. ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ട്, പക്ഷെ അത് പല സ്ഥലത്തും പിടിക്കാറില്ല. അപ്പൊ പിന്നെ അമ്പലത്തിന് മുമ്പിൽ വെക്കാൻ വെച്ചാൽ പറ്റില്ല. ഇനി നമുക്ക് സൗകര്യം കിട്ടട്ടെ, ഇത് അവസാനിപ്പിക്കൊന്നും വേണ്ട. എല്ലാറ്റിനും ഇനി നമുക്ക് ചെയ്യാവുന്ന എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 27 നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരാവല്ലോ, അല്ലേ? അവര് തൊഴാൻ വരുമ്പോൾ ഭഗവാനെ തൊഴുന്നതിന്റെ കൂടെ ആ നക്ഷത്രത്തെയും തൊഴുക.
അതിന് പോഷണ ഒരാളിനാദ്യം എന്ന് പറഞ്ഞാൽ യൂറിയും പാറ്റമോസ് എന്ന് പറഞ്ഞാ ഇവിടെ പൈപ്പിൽ വെള്ളം ഉണ്ടാവും, ഒരു പാത്രത്തിൽ കൊണ്ടിട്ട് അതിൻ്റെ അടിയിൽ ഒഴിക്കുക, കുറച്ച് ഒഴിക്കുക, നമ്മളാകാം ഒരു തുള്ളി വെള്ളം ഒഴിക്കുക. അത് പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ അതിനെ പോഷിപ്പിക്കാം. അപ്പോൾ ഈ നനവ് തട്ടി നിൽക്കുന്ന സ്ഥലത്ത് പ്ലാവ്, മാവില്ല, ഇവിടെ മാവുണ്ടല്ലോ അല്ലേ, മാവ്, ഇലഞ്ഞി, ഇതൊക്കെ നല്ല പൂത്ത് തെളിക്കുന്നതായിട്ട് കാണാറുണ്ട്. സാധാരണ ഒരു കരിമ്പനയ്ക്കൊന്നും ആരും നനയ്ക്കാറില്ല. പക്ഷെ ആറ്റുവക്കിൽ നിൽക്കുന്ന കരിമ്പനകൾ അതിന് കൊടുക്കാവുന്ന എന്താച്ച ഗുണങ്ങൾ, കരിമ്പന കൊടുക്കുന്ന നീരിന്റെ പേരറിയാലോ, ഞാൻ പറയാൻ തന്നെ. കരിമ്പനയ്ക്ക് പഴമുണ്ട് അല്ലേ, കരിമ്പനപ്പഴം ഉണ്ടല്ലോ. അതിനിപ്പം നമ്മൾ വേറൊരു തമിഴ് പേരില്ല നമ്മൾ അറിയപ്പെടുക, നൊങ്ക്. അത് മലയാളമല്ല. കരിമ്പനക്കായ, കരിമ്പന തേങ്ങ, കരിമ്പന പഴം എന്നൊക്കെ നമ്മൾ പറയാറുള്ളൂ. ഭാഗവതത്തിനെ പറ്റി പറയുന്നുണ്ടാ, ബലരാമൻ ഈ കരിമ്പനയുടെ പഴങ്ങള് കുലുക്കി താഴത്ത് ചാടിക്കുകയാണ്. ആ കുലുക്കി താഴത്ത് വീഴുന്ന സമയത്ത് വിവിധൻ എന്നുള്ളൊരു കുരങ്ങൻ വന്നിട്ട് ഇവരെ ശല്യം ചെയ്യുന്ന സമയത്ത് വിവിധനെ കൊല്ലുന്ന ആ സമയത്താണ്. ഈ വിവിധൻ ആരാണ്? വിവിധൻ ശ്രീരാമാവതാര കാലത്ത് സരയൂ നദിയിൽ ശ്രീരാമലക്ഷ്മണാദികൾ മുങ്ങിയപ്പോ കൂടെ മുങ്ങാത്ത ആളാ. അദ്ദേഹത്തിനാണെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ കൈ കൊണ്ട് അടി കിട്ടിട്ട് മരിക്കും വേണം. എല്ലാരും മുങ്ങണിക്കൊന്ന് കാണാൻ ചെന്ന് മാറി എന്ന് പറയാം. പക്ഷെ പിന്നെ മുങ്ങിയിട്ടായില്ല. പിന്നെ ശ്രീകൃഷ്ണാവതാരത്തിന് കാത്തുനിന്നു. പിന്നെ ലക്ഷ്മണന്റെ പുനരവതാരമായ ബലരാമൻ ഈ പഴം കുലുക്കി തിന്നതിന്റെ ഇടയിൽ അടിച്ച് മോക്ഷം, വിവിധപഥം. അതൊരു കഥയുണ്ടാ, ഗുരുവായൂരമ്പലത്തിൽ കൃഷ്ണാട്ടങ്കളിയുണ്ട്, വിവിധപഥം. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ ആ വിവിധപഥമാണ്. അപ്പോ കരിമ്പനയ്ക്കും അതിൻ്റെതായ പ്രസക്തികളുണ്ട്, ഒന്നും മോശമില്ല. ഞങ്ങൾ ചിലപ്പോ ഞങ്ങളുടെ ഭാഷയിലെ ചില കള്ളുടിയന്മാരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ആള് തട്ടാതിയെന്ന് അറിയും. എന്താ കാര്യം അറിയാം? തട്ടാതിന്ന് എടുക്കുന്ന സാധനം. പിന്നെ അതിഗംഭീരമായ ഒരു ഔഷധം എന്ന് പറയുന്നത് അറിയാലോ, പനഞ്ചക്കര. ഇത് നിന്നാണ് വരുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, രാമനാഥപുരം ജില്ലയിലൊക്കെ പനയുടെ ഓലയിൽ ശർക്കര. ആ ശർക്കര കാപ്പിയിലിട്ട് കുടിക്കാം, കാർബോഹൈഡ്രേറ്റ് ഇല്ലാന്നും. അതിൽ ധാരാളം നാരുകൾ ഉണ്ടെന്നാണ്. ഈ നാരുകളുള്ളത് പ്രമേഹം ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് ചക്കര അല്ലെങ്കിൽ പനഞ്ചക്കര എന്ന് പറഞ്ഞ സാധനം, വെല്ലം എന്ന് പറഞ്ഞ സാധനം നാരുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് നമ്മളെ പോഷിപ്പിക്കണ്ട. പിന്നെ ഈ പ്രദക്ഷിണ വഴിയിൽ ഒരു മരം വെക്കണ്ട, പ്രദക്ഷിണത്തിന് വല്ല ഉണ്ടെങ്കിൽ മാറ്റിക്കളയാം. വേപ്പം തന്നു. പിന്നെ പറയാവുന്ന മറ്റൊരു കാര്യം, ഈ ശ്രീകോവിലിന്റെ നാലമ്പലത്തിന്റെ ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ചെടിയും പാടില്ല, എല്ലാം മാറ്റണം. ഒക്കെ നല്ല വൃത്തിയായി നമുക്ക് പൂന്തോട്ടത്തിലേക്ക് മാറ്റാം. തുളസി പോലും വേണ്ട, കൂവളം വേണ്ട, രുദ്രാക്ഷം വേണ്ട. ഞങ്ങളിപ്പോ അത് രുദ്രാക്ഷം ഉണ്ടാവുന്ന ഒരു മരത്തിന്റെ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ശരീരമാണ് ഗോപുരം ദേവപാദംസിയാണ്. അമ്പലത്തേക്ക് വരുമ്പോ ഗോപുരസ്ഥാനത്ത് നമ്മൾ കാലുതൊട്ട് വിളിക്കാൻ കാരണം എന്താണ്? അന്തരാളം മുഖന്തത. അപ്പൊ അതിൻ്റെ ഉള്ള ഒരു വൃക്ഷങ്ങളും വേണ്ട, ഒരു മരം വേണ്ട. അതിൻ്റെ ഉള്ള ദേവനും ദേവീദേവന്മാരും മറ്റുള്ള സംവിധാനമൊക്കെ മതി. അപ്പൊ അതാത് നക്ഷത്രക്കാര്. പിന്നെ പണ്ട് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വൈകുന്നേരത്തെ ഒരു പരിപാടി ഉണ്ട്. എന്താ കാര്യം? കാലും മുമ്പ് നശിയാൻ ചെല്ലാന്ന് പറയാം. നാരായണ അച്യുതായ്മ അൻഡായ്മ ഗോവിന്ദായ്മ ഗോപാലായ്മ ഗോവിന്ദായ്മ കൃഷ്ണയ്മ ശ്രീ വിഷ്ണവേ ഹരി ചെല്ലിയ. പിന്നെ അടുത്ത് ചെല്ലുക എന്താ അറിയാം? അശ്വതി ഭരണി കാർത്തിക രോഹിണി 27 നക്ഷത്രം. പിന്നെ അത് കഴിഞ്ഞാൽ അശ്വതി അതിന്റെ വൃക്ഷങ്ങൾ അശ്വതി കാഞ്ഞിരം. ഇനി കുതിര വേറെ ഉണ്ട്, മൃഗണ്ടിട്ട അശ്വതി കുതിര ഭരണിയാന അങ്ങനെ ചെല്ലും. അത് കഴിഞ്ഞ് അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറ്. അത് കഴിഞ്ഞാൽ പിന്നെ മേടം വിഷ്ണു ചൊവ്വാക്ഷേത്രം. അത് കഴിഞ്ഞാൽ മേടത്തിന് വൃശ്ചിക അഷ്ടമരാശി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ നക്ഷത്ര വൃക്ഷങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പഞ്ചപക്ഷികൾ, പഞ്ചഭൂതങ്ങൾ, അകാരം വികാരം ഒകാരം വികാരം നാമാക്ഷരം നമശിവായം പഞ്ചമന്ത്രം ഹരി എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം ഇറക്കി അടുക്കളയിലേക്ക്. നമ്മള് ചോറിട്ടു പോകും. നമുക്ക് 7:30 മണിക്ക് ആയിട്ടുണ്ടാവുള്ളൂ. റേഡിയോ ഒന്നും ഇല്ല, പാട്ടൊക്കെ ഇല്ല, TV ഇല്ല, വാട്സപ്പ് ഇല്ല, ഒരു ചുക്കും ഇല്ല. അത് കഴിഞ്ഞാൽ ചോറ് വിളമ്പും. ചോറ് വിളന്ന പിന്നെ കുട്ടികൾ അവിടെ പോയി കിടന്നു. അപ്പൊ നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഈ നക്ഷത്ര വൃക്ഷ മൃഗങ്ങളെ സ്മരിക്കൽ. അത് അമ്പലവാസികളിലുണ്ട്. ഈ ഇത്തരം ബന്ധങ്ങളുള്ള ആളുകളിലേ ഉള്ളൂ. ബ്രാഹ്മണരില് കുട്ടിക്ക് അറിയാം അശ്വിനി കാഞ്ഞിരാണ്, ഭരണി നെല്ലിയാണ് എന്നൊക്കെ ആ ആൾക്ക് അറിയണം. അത് നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസിന്റെ
ഒരു ഭാഗം കൂടിയാണെന്ന് അർത്ഥം. അശ്വതി കുതിര വിവാഹ സമയത്ത് ഇപ്പൊ നമ്മൾ ഒരു പത്രത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ പത്രത്തിന്റെ പഞ്ചാംഗത്തിന്റെ പിന്നില് പൊരുത്തെഴുതിയിട്ടുണ്ട്, നക്ഷത്ര പൊരുത്തം. ഒരു വിശ്വാസമില്ല കേട്ടാ, ഈ പറഞ്ഞ പത്രക്കാർക്ക് ആർക്കും വിശ്വാസമില്ല. അശ്വതി പുരുഷൻ, ഭരണി സ്ത്രീ, ഇത്ര പൊരുത്തം ഉത്തമം, ഇത്ര പൊരുത്തം മധ്യമം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് രാശി രാശിവാശി മഹേന്ദ്രഗണ ജ്യോതിഷജ്ഞാഹ ശ്രീദീർഘം ചേത്തി അഷ്ടോ വിവാഹ. അപ്പൊ ആൾക്കാർ ഇപ്പൊ ധരിച്ചിരിക്കുന്നത് എന്താ അറിയോ, ഈ പൊരുത്തം എന്ന് പറഞ്ഞാൽ ആകെ 10 ഉള്ളതാണ്. ധരണ പൊരുത്തം 10 ഉള്ളൂ. എല്ലാവരും ധരിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെയൊക്കെ പ്രാഥമികമായ പഠനത്തിൽ പഠിക്കുന്നത് ഒരു ശ്ലോകമാണ്, കോഴിയും കോഴിയും പറ്റാ പറ്റും മറ്റേതു മംഗലേ. അശ്വടങ്ങി മരുത്തോളം പെരുമ്പുള്ള പാൽക്കനാണ് ഈ പെരുമ്പുള്ള ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇറങ്ങിയ പൂരത്തോളം ചെമ്പോത്ത, ഉത്തരം തുടങ്ങിയ എഴുത്തോളം കാകൻ, തൃക്കേട്ട തുടങ്ങിയ എഴുത്തോളം കോഴി, അവിട്ടം തുടങ്ങിയ രോഗികളും മയിൽ. അപ്പം 5 പക്ഷിയുണ്ട്. അതിൽ പക്ഷിപ്പൊരുത്തം നോക്കണം എന്നാ. പക്ഷിപ്പൊരുത്തത്തിൽ കാക്കയും കോഴിയും പാടില്ല അല്ലേ, കാക്ക തന്നെ കോഴിക്ക് കണ്ടിടാന്ന് അറിയാം. കോഴിയും കോഴിയും പറ്റാ പറ്റും മറ്റേതു മംഗലേ കണ്ട. അതേമാതിരി തന്നെ പൃഥ്വി അപ്പ അഗ്നി വായു ആകാശം, ആ ഭൂതങ്ങൾ തമ്മിൽ അഗ്നിമാരുതൻ തീയും കാറ്റും. അവിടുത്തെ രാശിപ്പൊരുത്തം നമ്മൾ ആദ്യം പഠിക്കുന്ന കാലദീപത്തിൽ പറഞ്ഞ ശ്ലോകം, രാശിപ്പൊരുത്തം ജഗണപ്പൊരുത്തം ദിനാഖ്യവം മധ്യമരജ്ജുവേദം ചിന്യം വിശേഷാധിഹപാണി വീടേ രാശീശയോന്യദ്യവിചിന്തനീയ. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്, ദിനം ഗണം മൃഗം വൃക്ഷം വിഹംഗം ഭൂതപഞ്ചകം ആയവ്യയം എടുത്തി. അപ്പൊ എത്ര പൊരുത്തായി? ഏതാണ്ട് 23ഓളം പൊരുത്തങ്ങൾ ചിന്തിച്ചിട്ടാണ് ഞങ്ങളുടെ പൂർവ്വസൂരികള് ജാതകം നോക്കിയിരുന്നത്. അപ്പൊ ഇപ്പൊ പറയണ്ടേ ഞങ്ങൾ ജാതകമൊക്കെ നോക്കിയല്ലോ, ഞങ്ങൾ തമ്മിൽ യാതൊരു ചർച്ചയില്ല. ചിലപ്പോ ഇതൊക്കെ കേസ് ഈ ആദ്യം കോഴിയൊക്കെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാ, പുണർദം പൂച്ചയാണ് എന്തിന്റെ നക്ഷത്രത്തിലേ, പുണർ പൂച്ച. മകം എലിയ, എങ്ങനെ ഉണ്ടാവും? 2000 കിട്ടാ. പൂച്ചക്ക് എലി ചക്കരയാണ് അർത്ഥം അല്ലേ. ദസ്രാധാപുരുഷാങ്കനാദിരണം എന്നുണ്ട് പ്രശ്നമാർക്ക് വിസ്തരിച്ച് പറഞ്ഞിട്ടത്. പക്ഷിപ്പൊരുത്തം നോക്കണം, മൃഗപ്പൊരുത്തം നോക്കണം. ഇനി വീട്ടിൽ ചെന്നിട്ട് ആരും ചോദിക്കരുതോ, ഭാര്യ പുണർന്നാണെങ്കിൽ എനിക്ക് ഇന്ന തിന്നുന്നൊന്നും പറഞ്ഞു പോരുതേ. ജ്യോത്സ്യന്മാരങ്ങനെ അങ്ങനെ സംഭവിച്ചിരിക്കാം ഒരു പക്ഷെ. അങ്ങനെ ഓരോ ചിത്രപുലി, ചിത്രജാതി പശു, എന്താ ഉണ്ടാവുക? ചിന്തിക്കാവുന്ന പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളോ ശത്രുതകളോ നൈസർഗിക ശത്രുത്വം അവർ തമ്മിൽ അല്ലേ, കുറച്ച് സ്വാധീനിക്കും. അപ്പൊ മേഷാശി പ്രഥമാണ് അപക്ഷചരണ എന്നാണ്. മേടൻ രാശിക്ക് സ്വതാമ സദൃശാഹ ശേഷാഹ അല്ലേ, എങ്ങനെയല്ലേ സ്വതാമ സദൃശാഹ. മേട ആട് പോലെയാണ്. മേടൻ രാശി ആടിന്റെ സ്വഭാവം, ആരീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആടിന്റെ പൊതുവായ സ്വഭാവം എന്താ? എന്നുള്ള ശബ്ദം ഉണ്ടാക്കും. സ്ഥലകപാല ബോധം ഇല്ലാതെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു വസ്തുവിന്റെ പേരാണ്, ജീവിയുടെ പേരാണ് എന്ത്? ആട് എന്ന്. ഇപ്പൊ നമ്മൾ 15 ആൾ പഠിക്കുന്നുണ്ടെങ്കിൽ മേടൻ രാശിക്കാർ ആവശ്യമില്ലാതെ കണക്കൂടാന്ന് വർത്താനം പറയും. ഇനി തീന്മേശ മര്യാദ നോക്കുകയാണെങ്കിൽ ആട് കടിക്കണ മാതിരി എന്നാ പറയാ. ആടെന്ത് ചെയ്യും? ഒന്ന് ഇവിടെ കടിക്കും, ഒന്ന് അവിടെ കടിക്കും, ഒന്ന് അപ്പുറത്ത് കടിക്കും. നമ്മൾ 4 ആള് ഭാരതത്തിൽ ഊണ് കഴിക്കാൻ പോയിരുന്നു. ഇഡ്ഡലി വിളമ്പി, സാമ്പാർ വിളമ്പി ഒക്കെ വിളമ്പി. ഈ മേടൻ രാശിക്കാരൻ എൻ്റെ ഇഡ്ഡലിയിൽ കൈയിടും, അദ്ദേഹത്തിൻ്റെ ഇഡ്ഡലിയിൽ കൈയിടും. സാമ്പാർ ഇതിൽ ഒപ്പും അതിലൊപ്പും. അതിൻ്റെ ഇടയിൽ നീച്ചു പോകും. പിന്നെ ഇടയിൽ ഫോൺ വന്ന് വർത്താനം പറയും, തുമ്പ് കുരയ്ക്ക് അടുത്ത ആളൊരിക്കൊക്കെ ആക്കുമായിരുന്നു. അയാളുടെ പേരാണ് മേടൻ രാശി. ഇടവൻ രാശി കാളയാണ്. കാളയ്ക്ക് എന്താ തലയിടും, തലേ മറ്റൊരാളുടെ മുമ്പിൽ ചെന്ന് വലിയവനാവണമെന്നുള്ള ഭാവം. അങ്ങനെയല്ലേ? കർക്കിടക ഞണ്ടിന്റെ സ്വഭാവം എന്താ? ക്രാബ്. ഞണ്ട് നല്ല തെളിഞ്ഞ വെള്ളത്തിലൂടെ പോകുമ്പോൾ ഫോണോടൊക്കെ കലക്കും. ഇപ്പൊ കർക്കിടക രാശിക്കാരൻ വന്നാൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കുകയാണെങ്കിൽ കുത്തികളൊക്കെ മൂപ്പരോട് പോകും, മടലിയാണ് പോകും. നേരെയോടെ ഒന്നും മൂപ്പർക്കില്ല. ചിങ്ങൻ രാശി സിംഹമാണ്, ലിയോ ലയൺ. മൂപ്പര് രാജാവാണ്. എനിക്കെന്താ അറിയാം, ഒക്കെ അറിയാം എൻ്റെ ഭാവി. മറ്റുള്ളവർ ചെറുതായി കാണിക്കുന്ന നല്ലവരുണ്ട് കേട്ടോ. സാഗിറ്റാറിയസ് ധനു, ശാപം വില്ലും ധനുവിനിതം. അവർ യുദ്ധപ്രിയന്മാരാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ട് കേട്ടോ ഇവരൊക്കെ. ഈ പറഞ്ഞ രാശിക്കാരൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഓരോരുത്തരും ഉദാഹരണത്തിന് പറഞ്ഞു. അപ്പൊ കാർത്തിക ഇടവക്കൂറ് ഉള്ള 2-3 ആൾക്കാർ ലൈൻ മാറുകയാണ്. പക്ഷെ എങ്കിലും ഈ നക്ഷത്ര വൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞ അതിന് പ്രാധാന്യം പറയാം. കാർത്തിക ഇടവക്കൂറുള്ള
ഐശ്വര്യനായ രണ്ടാൾക്കാരെ പറഞ്ഞുതരാം. അപ്പോൾ അവരെ കാർത്തികയുടെ കേമത്തിന് മനസ്സിലാവും. ഒന്ന് ഇവിടെ പഴയ ഇലക്ഷൻ കമ്മീഷണർ, എന്താ പേര്, ടി.എൻ. ശേഷൻ. കാർത്തിക നക്ഷത്രം ഇടവക്കൂറ്. ഒരാളുടെ മുമ്പിൽ നിലവിളിക്കാറില്ല, കാളന്നെയാണ്. അദ്ദേഹത്തിന് ചോദിച്ചു എന്താണ് റിട്ടയർമെന്റ്, വാട്ട്സ് യുവർ പ്ലാൻ ആഫ്റ്റർ റിട്ടയർമെന്റ് ചോദിച്ചു. പറഞ്ഞു എനിക്കും വെച്ചുണ്ടാക്കാൻ അറിയാം, സമയം അറിയാം, സംഗീതം അറിയാം, ജ്യോതിഷം അറിയാം. ഞാൻ പാലക്കാട് പോയിട്ട് അങ്ങനെ ജീവിച്ചു. പക്ഷെ അദ്ദേഹം മദ്രാസിലൊന്ന് ജീവിച്ചു കേട്ടോ. മനസ്സിലായിട്ട് അറിയായിരുന്നു. മഹാകേവന്മാരായ പല ആൾക്കാരുടെയും ഇൻക്ലൂഡിങ് പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയുടെ ജാതകം നോക്കി കൃത്യമായിട്ട് പ്രവചിച്ച ആളാണ് അദ്ദേഹം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഈവൻ ശ്രീപെരുമ്പത്തൂർ അപകടം വരെ അദ്ദേഹം മുൻകൂട്ടി അദ്ദേഹത്തിനോട് പ്രിമോണിഷൻ കൊടുത്തിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കേട്ട ചിരിക്കുന്ന ഒരു കാർത്തികകാരൻ കേട്ടില്ല, കെ കരുണാകരൻ. കാർത്തിക നക്ഷത്രം കർക്കിടക ലഗ്നം, ലഗ്നാധിപ ചന്ദ്ര ഉച്ചത്തില്, ലഗ്നാധിപ ചന്ദ്ര ഉച്ചത്തില് 11 സൂര്യനും ബുധനും. അതാണ് അദ്ദേഹത്തിന്. അത് പഠിക്കണം നമ്മള്. ആ കാർത്തിക തലയെടുപ്പ് ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു തലപൊക്കലുണ്ട്, അറിയാലോ. മറ്റുള്ളവരെ ഒരു കണ്ണുറുക്കലുണ്ട്. അത് രാഷ്ട്രീയം പറയല്ല. അങ്ങനെ മഹാപ്രഗത്ഭമതികളായ പലരും കാർത്തിക നക്ഷത്രക്കാരെ. വേറൊരു കാര്യം തിരുത്തിക്കോട്ടെ, ലീഡറുടെ പ്രധാന ഘട്ടങ്ങളിൽ സാരഥിയായിരുന്ന ആളാണ് ഒരു വീട്. എന്നാ ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ ഇനി പറയാം, അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിനെ വെല്ലൂർക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അറിയാലോ, പുണ്യേട്ടനെ അറിയാലോ, കരുണാകരൻ്റെ 5 കോഴിക്കോടിൻ്റെയാണ്, പഴയ CI ആണ് അദ്ദേഹം. ആ പുണ്യേട്ടൻ ഒരു കാര്യം ചോദിച്ചു, ഏട്ടൻ ഇപ്പം കിടന്നിട്ടാണ് പോണത്, ഇനി നടന്നിട്ട് വരുമോ കിടന്നിട്ട് വരുമോ എന്നൊരു ചോദ്യം. അപ്പോഴാണ് ഞാൻ എനിക്ക് പറഞ്ഞത് എനിക്ക് ഒരു കാര്യം ഉണ്ടാ പുണ്യേട്ടൻ, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജാതകം എനിക്കൊന്ന് തരണം. അതൊരു ജാതകം കാണിച്ചില്ലേ നമുക്ക്. എന്തിനാ ചോദിച്ചു, രാശി വെച്ചാൽ പറ്റില്ല. ഒരു പുസ്തകം എടുത്തു, മൂപ്പരുടെ ജാതത്തിൽ എഴുതിയിട്ടുണ്ട് കുഞ്ഞിരാമേട്ടൻ, കരുണാകരേട്ടൻ. കരുണാകരേട്ടൻ അദ്ദേഹമാണ്, മൂത്തേട്ടൻ്റെ കുഞ്ഞിരാമപാരാണ് അദ്ദേഹം ജാതകം. അപ്പം ഞാൻ അന്ന് ഈ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അത് കണ്ട വഴിക്ക് ഞാൻ തിരുത്തി എഴുതി. പഠിക്കണ്ടേ, ഈ സാധനം പഠിക്കണല്ലോ. അപ്പം കാർത്തിക നക്ഷത്രത്തിൽ ആ ചന്ദ്രൻ ഇടവത്തിൽ ഉച്ചത്തിൽ നിൽക്കുക. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പറയുന്നത്. ഇപ്പം ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ യേശുദാസിന്റെ ചിത്രം കണ്ടു. മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ യേശുദാസ് പിന്നെ ഒരു ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു ദീക്ഷിത സ്വഭാവത്തിലുള്ള കയ്യിൻ്റെ മുകളിൽ അരണ കയറ്റിയിട്ടുള്ള ഫോട്ടോ കണ്ടു. അപ്പം എനിക്ക് തോന്നി ഒരിക്കൽ ഈ യേശുദാസിന്റെ ഗ്രഹസ്ഥിതി കുറച്ച് ജ്യോത്സ്യന്മാർക്ക് കൊടുത്തു. ആർക്കും പറയാൻ പറ്റില്ല യേശുദാസിന്റെ ഗ്രഹസ്ഥിതിയിൽ ഇദ്ദേഹമാണ് ഈ സംഗീതജ്ഞ ഗന്ധർവനാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്താ കാരണം, അപൂർവങ്ങളിൽ അപൂർവമായ ജന്മം, ഗ്രഹസ്ഥിതി. പിന്നെ സംഗീതകാരകനായ ശുക്രന്റെ നിത്യം ലാളയതി സുതാരതനയൻ ധർമ്മധ്വജ. കണ്ടോ, ഒരാൾക്കും ഒരു കുറ്റം പറയാത്ത ഒരു വ്യക്തിത്വം ഇന്ന് കേരളത്തിലുള്ളത് യേശുദാസ. അറിയാലോ, നമ്മള് ഇതൊക്കെ സമൂഹ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ക്ഷേത്രമെന്നും ക്ഷേത്രത്തിന്റെ ഉപാധികളെന്നും. ഇനി നമ്മളായിട്ട് ബന്ധമില്ലാത്ത ചില കാര്യം ഈ മൈക്കസെറ്റൊക്കെ ഉള്ളൂ. എന്ത് ഇത് ബന്ധമുണ്ട്, പുല്ല് ഇത് ബന്ധമില്ല, കാർപ്പറ്റ്, മൈക്ക്. ഈ മരങ്ങളും ഇലകളും വള്ളികളും പൂവുകളും കായകളും അല്ലേ, പാള, കുരുത്തോല, പോള. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി പാന കാണാൻ പോയി പറഞ്ഞില്ലേ, പാനപ്പന്തല് കാണാൻ പോയതാ. ഒരു 2.5-3 ഏക്കർ സ്ഥലത്ത് ഇവര് പന്തലിട്ട് കുരുത്തോല അലങ്കരിച്ചിരിക്കുക. പാനപ്പന്തലിന്റെ ഉള്ളില് ശ്രീകോവില് പോള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പോള, വാഴമ്പോള കൊണ്ട് അലങ്കരിച്ചിരിക്കുക. നോക്കി നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. വാഴമ്പോള കൊണ്ട് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടേ അതിൻ്റെ ഉള്ളിലാണ് ഭഗവതിയെ കുടിവയ്ക്കുന്നത്. ഉള്ളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മുഴുവൻ കുമ്പാരുണ്ടാക്കിയ മൺപാത്രങ്ങളാണ്. ഒരു സ്റ്റീൽ പാത്രം ഇവിടെ കാണാൻ പറ്റില്ല. കുമ്പാരന്മാരുണ്ടാക്കിയ കരം പാത്രമംഗലത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിലാണ് നൈവേദ്യങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നവധാന്യങ്ങൾ അല്ലേ, നമ്മൾ ഉത്സവത്തിന് നവധാന്യങ്ങൾ മുളയിടുകയാണ് മുളമ്പാരികയിൽ. അതൊക്കെ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാതെ അമ്പലം തൊഴാനുള്ളതും മുട്ടറക്കാനുള്ളതും പുഷ്പാഞ്ജലി ചെയ്യാനുള്ളതാണ് ആരും ധരിക്കരുത്. ഈ ചെയ്യുന്ന പുഷ്പാഞ്ജലികളോ ഒന്നും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ മന്ത്രങ്ങളിലൊക്കെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആന്തരിക അംശം ലോകം മുഴുവൻ, പ്രപഞ്ചത്തിലെ ഗോബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം എന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന്
ഇപ്പൊ രാമബലിയൊക്കെ അതാണ് ഉത്സവത്തിന് നമ്മള് മറ്റേ ബലിയില്ലേ, ഉത്സവബലി, അതേമാതിരി വേട്ടല്ലേ, പള്ളിവേട്ട ഒക്കെ എല്ലാവർക്കും ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ചെയ്യുന്ന അമ്പലങ്ങളുടെ പ്രദേശത്ത് ക്ഷേമവും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നക്ഷത്രവൃക്ഷങ്ങൾ നിർമ്മാണം ചെയ്യുന്നതിന് അതിൻ്റെ സംഘാടകരോട് ജ്യോത്സ്യന്മാരെന്നുള്ള നിലയിൽ ഞങ്ങളുടെ എന്താ പറയുക ബെസ്റ്റ് വിഷസ്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളെ അഷ്ടമംഗല പ്രശ്നം ആരംഭിക്കുന്നത് 1900 പിന്നെ അവിടുന്നാണ് നമ്മുടെ പ്രശ്നം ആരംഭിക്കുന്നത്. മെയ് 2023 രാവിലെ 10:39 സമയത്താണ് നിങ്ങൾ വന്ന് അവിടെ ഒന്ന് പറയണത്. ഈ പ്രശ്നം അഷ്ടമംഗല പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ആരംഭം അഥവാ ആ കുട്ടിയുടെ ജനനം ഈ സമയത്താണ്. ഈ സമയത്ത് 19/3/23 രാവിലെ 10:39 പ്രശ്നം എന്നുള്ള കുട്ടി ജനിക്കുകയാണ്. അന്നത്തെ പഞ്ചാംഗം അതിന്റെ ഫലം. പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ധരിക്കുന്നതായി കയ്യിലുള്ള പുസ്തകമാണ്. നമ്മൾ സാധാരണക്കാർക്ക് ഇതാണ് പഞ്ചാംഗം. ഇത് പഞ്ചാംഗം എന്നുള്ള പുസ്തകമാണ്. പഞ്ചാംഗം എന്നുള്ള നക്ഷത്രം, വാരം, തിഥി, കരണം, നിത്യവും, ഇതിനാണ് ഈ 5 അംഗം എന്ന് പറയുന്നത്. പിന്നെ ഒരു ധാരണ ഈ കബഡി പഞ്ചാംഗങ്ങളെ ഞങ്ങൾ ഈ സമുദായക്കാർക്ക് മാത്രം ബന്ധപ്പെട്ടാന്നൊരു തെറ്റിദ്ധാരണ ആൾക്കാരുടെ ഇടയിലുണ്ട്. ഒരിക്കലും പാടില്ല. അത് അധേതവ്യം ബ്രാഹ്മണൈരേവ തസ്മാ ജ്യോതിശാസ്ത്രം പുണ്യമേതദ്രഹസ്യം ഏതദ് ബുദ്ധ്വാ. അതാണ് പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള അറിവാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നിസ്കാര സമയം, കൊടുങ്കാറ്റിന്റെ സമയം, വിത്ത് വതയ്ക്കാനുള്ള സമയം, കൊയ്യാനുള്ള സമയം, നെല്ല് പത്തായത്തിലുള്ള സമയം, വിറക് വെട്ടാനുള്ള സമയം, കണ്ണെഴുതാൻ, പൊട്ടുകുത്താൻ, ചരട് കെട്ടാൻ, നൂല് കെട്ടാൻ, വയമ്പ് കൊടുക്കാൻ, എന്തിന് ജീവിതത്തിലെ അല്ല അതിന്റെ വെള്ള കാര്യമില്ലേ, സേകത്തിന് മുഹൂർത്തല്ലേ, സേകത്തിനൊരു ചടങ്ങുണ്ട്, അതിന് മുഹൂർത്തം ആവണമെന്നുണ്ട്. ഇപ്പൊ നമ്മള് തൃശ്ശൂരത്തെ ഡോക്ടർ ഞാനും കൂടി ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ എല്ലാ സൂക്കറിനും മരുന്നുണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ IVF ഉണ്ട്, പല സംഭവങ്ങളുണ്ട്. ഒരു ചോദ്യം ചോദിച്ചാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകാനുള്ള ലക്ഷണം ഉണ്ടോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന് മരുന്നൊന്നുമില്ല. ആൺകുട്ടി ഉണ്ടാവണമെങ്കിൽ ആൺകുട്ടി, പെൺകുട്ടി ഉണ്ടാവണമെങ്കിൽ പെൺകുട്ടി, ആണ് പെണ്ണുണ്ടാവണമെങ്കിൽ അങ്ങനെ അതൊക്കെ ആവാം. പക്ഷെ IVF-ന് നടക്കാത്തൊരു കാര്യം ജ്യോതിഷത്തിൽ നടത്തുന്നുണ്ട്. എന്താ അറിയോ? ഈ സ്ത്രീയുടെ ആർത്തവത്തിൽ നിന്നാണല്ലോ ഈ സംഭവം ഉണ്ടാവുന്നത്. അതിൽ പുത്രോൽപായുർദാരിക വംശകർത്ത വന്ധ്യാപുത്ര സുന്ദരീശോ വിരൂപ ശ്രീമാൻ പാപ ധർമ്മശീലസ്തഥാ സ്ത്രീ സർവജ്ഞ തുര്യ. ആർത്തവം കഴിഞ്ഞ് ഇത്രാമത്തെ ദിവസം ഇന്ന പ്രജാപതികളുടെ യാമത്തിൽ നടത്തുന്ന സന്താനോൽപാദനത്തിൽ ഇന്ന പ്രജയാണെന്നും ഇത്ര പ്രജയാണെന്നും അത് ഇന്ന രൂപത്തിലാണെന്നും സിമ്പിൾ ജാതകാദേശത്തിൽ പറഞ്ഞില്ലേ? ചെറിയ പുസ്തകം, അത് ജാതകാദേശം ഇവിടെ പഠിക്കാൻ പറ്റും തൃശ്ശൂർ. അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്തല്ല, ഇത് പിന്നെ ഫോളോ ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്താ കാരണം അറിയോ? കൃത്യമായ ബ്രഹ്മചര്യത്തിലൂടെ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഇത് അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ. അതാണ് പുത്ര അൽപായു 4-ാം രാത്രി, ദാരിക വംശകർത്ത വന്ധ്യ, ഇന്ന ദിവസത്തെ ശാരീരിക ബന്ധത്തിൽ നിന്ന് ഇന്ന കുട്ടി ജനിക്കും, ആ കുട്ടി പ്രസവിക്കില്ല എന്ന് പറയുക ശാസ്ത്രം. തൃശ്ശൂരത്തെ ഒരു പ്രഗത്ഭ ഡോക്ടറുടെ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല സദസ്സിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ഗൈനക്കോളജിസ്റ്റാണ്. അവരെന്നോട് പറഞ്ഞു, പണിക്കരെ നിങ്ങളിത് ഈ പുസ്തകത്തിൽ വെച്ച് നടന്നിട്ട് കാര്യമില്ല, ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തി പബ്ലിഷ് ചെയ്യൂ, ലോകം മുഴുവൻ അറിയട്ടെ. ലോകത്ത് ഇങ്ങനെ ഒരു ശാസ്ത്രം പ്രപഞ്ചത്തിലുണ്ടെന്ന് ലോകത്തിൽ അറിഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളരെ ശരിയല്ലത്. തുര്യ 16-ാമത്തെ ദിവസം സർവജ്ഞനായ മകൻ ഉണ്ടാവുന്ന. പക്ഷെ പരീക്ഷിക്കണവർ ഒന്ന് ചെയ്യണം. ഈ 16 ദിവസം എന്ത് വേണം? ശാരീരികമായ ഗർഭപാത്രത്തിനും ബീജ പിന്നെ സംരക്ഷണവും വേണം. അതിന്റെ ഇടയിൽ മറ്റു കളകളിലും പാടില്ല. അർത്ഥം സ്റ്റോർ ചെയ്യണം, അതിന്റെ കപ്പാസിറ്റി സ്റ്റോർ ചെയ്യണം. പിന്നെ സന്താന വിഷയത്തിൽ പറയാം, രമണീയമായ ശയനഗൃഹം ആവണം, ഭർത്താവിൻ്റെ മാനസികാവസ്ഥ എന്നതാവണം, ഭാര്യയുടെ മാനസികാവസ്ഥ തന്നെ ആവണം. ആകാശത്തിൽ ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും വൃക്ഷലതാദികളും എല്ലാം
പ്രജാപതികളെ യാമത്തിലേ പാടുള്ളൂ പറയുന്നത്. പ്രജാപതികളുടെ യാമത്തിലായിരിക്കണം. ദിവസം 8 യാമാക്കി തിരിക്കും. ദിവസം 8 യാമാണ് ആ യാമത്തിൽ ഇന്ന സമയത്ത്. അപ്പൊ അത് ചെയ്യാൻ സാധിക്കും അത്രേ എങ്കിൽ ആ ഇഷ്ടസന്താന ശ്രീ ദുർഗ ജ്യേഷ്ഠ പാർവതി ദുർഗ. അപ്പൊ അത് അനുഷ്ഠിക്കാൻ തയ്യാറാണെങ്കിൽ അതിന് പിൽസ് കഴിക്കണ്ട, എന്നെ കുട്ടി ആഗ്രഹിക്കുന്ന കുട്ടി ഉണ്ടാവും. ഈ ഇൻഫർമേഷൻ പ്രപഞ്ചത്തിന് കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. ദിക്പ്രദർശനം കുറുവതേ കാണിക്കുകയാണ്. ഇത് തൃശ്ശൂർ കുന്നംകുളത്തെ റൂട്ടാണ് ശാസ്ത്രം കാണിച്ചു തന്നു. ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? ഇപ്പൊ പുരാണത്തിലേക്ക് കിടന്നാൽ വേദവ്യാസ മഹർഷി മത്സ്യഗന്ധിയോട് പറയുകയാണ്, ഈ യാമത്തിൽ ജനിക്കുന്ന സർവജ്ഞനായ പുത്രൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അറിവിനെയും ആവാഹിക്കുന്ന വേദവ്യാസനാവുന്ന. അങ്ങനെ മത്സ്യഗന്ധിയിൽ അദ്ദേഹം പ്രജനനം നടത്തി, കുട്ടി ജനിച്ചു, വേദവ്യാസൻ ജനിച്ചു. ഭഗവാന്റെ എല്ലാ ജ്ഞാനവുമുള്ള വേദവ്യാസനായി അച്ഛനെ നമസ്കരിച്ചു പോയി. തലക്കുളത്ത് ഭട്ടേരി ജ്യോതിഷത്തിന്റെ പാരമ്പര്യമുള്ള തലക്കുളത്ത് ഭട്ടേരി നമ്മുടെ പാഴൂർ പഠിപ്പുരയ്ക്കൽ വന്നു. തൻ്റെ പഠിപ്പുരയിൽ പ്രശ്നം വയ്ക്കാൻ വന്ന ജ്യോതിഷന്മാരെ കണ്ട് അദ്ദേഹം സ്വന്തം സമാധി ചെയ്യുന്നതാണ്. ഇപ്പോഴും പാഴൂർ പഠിപ്പുര എന്നുള്ള കേട്ടിട്ടുണ്ടാവും. അവിടെ ബുദ്ധചിത്രന്മാരുണ്ടാവും. 8, 7, 8 സന്താനങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അവര് പ്രശ്നചിന്തയൊക്കെ നടത്തി, ജാതകചിന്തയൊക്കെ നടത്തി പുരുഷ സന്താനങ്ങൾ ഉണ്ടായി സംഘങ്ങളുണ്ടെന്ന് നടത്തും. പക്ഷെ ഇതിനൊക്കെയുള്ള ശാസ്ത്രമാണോ എന്ന് ധരിക്കുകയും ഇതിനെ ഏറ്റവും ചുരുങ്ങിയത് ഇതിനെ തെറി പറയാതിരിക്കുക, ഇതിനെ കുറ്റം പറയാതിരിക്കുക, അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അറിയില്ലെങ്കിൽ ജ്യോതിഷം ഇതിന് കുറ്റം പറയാനുള്ള ഒരു ശ്ലോകമില്ല എന്നാണ്. ജ്യോതിഷത്തിന് ഒരു ശ്ലോകം അതിന് പല സമയങ്ങളുണ്ട്, ഒരുപാട് സമയമുണ്ട്. അതിൽ പറഞ്ഞ ഗർഭാധാനത്തിനെ കുറിച്ചപ്പോ ഞാൻ ഈ പറഞ്ഞത് അതാണ്. അറിയാത്തിരിക്കുക മനുഷ്യന് അപ്രാപ്യമായ വിഷയം. പിന്നെ അതിന് വേദനിഷ്ഠയുണ്ടല്ലോ, ആയിക്കോളന്നില്ലല്ലോ. ജോസിന് വേദം അറിഞ്ഞോളന്നില്ല. വേദം അറിയുന്ന ആൾക്കാർ വേറെയാണ്. പിന്നെ പ്രപഞ്ചത്തിലെ ആ ചലനമാണ്, ഇത് ഒഴുകിക്കൊണ്ടിരിക്കുക. ആ നക്ഷത്രങ്ങളും ഉണ്ടാവുന്നു. അത് ഇപ്പൊ നമ്മള് രാമായണം വായിക്കുന്നവർക്ക് അറിയാം. എന്ത് ഇന്ദ്രജിത്തിന്റെ ജനന സമയത്ത് അതിന്റെ തത്വം ഇതാണ്. അവിടെ ഒരു ഗ്രഹവും മറ്റൊരു ഗ്രഹവും വിപരീതമായി. ഈ 5 സമയങ്ങളിൽ അറിയുന്ന സമയം. ഇനിയിപ്പോ പക്ഷേ ഇതൊന്നും അല്ലാതൊരു വിഷയം ജാതകമുണ്ട്. നിങ്ങളൊന്നും പറഞ്ഞു നോക്കണ്ട, നോക്കിയിട്ടും എന്താവാം ജാതകം ഇടാം. പോവുകയാണ് എവിടുന്ന് നേരെ കോലഴിന്ന് എവിടേക്കെത്തി? ഞാൻ എവിടെ എത്തിയിട്ട് വേണ്ടി തിരിച്ചു വന്ന് അതങ്ങനെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പൊ ഈ ഒരു അരമണിക്കൂർ ഞാൻ നിങ്ങളെ പറഞ്ഞു. നിങ്ങളുടെ വസ്ത്രത്തിന്റെ കളറ്, ജ്യോതിഷന്റെ ശ്വാസം, അതൊക്കെ പ്രത്യേകം ക്രമമാണുണ്ട്. അതൊക്കെ പ്രശ്നാക്ഷരാണി സ്ഥിതി ചേഷ്ടാഭാവ വിലോകനേ വസനാദ്യന്യ ചലകാലം പ്രച്ഛായാഹ സമയേ. അതിന്റെ പഞ്ചാംഗം എന്താ? അന്നത്തെ അന്ന് 1998 തീയതി ഞായറാഴ്ച നക്ഷത്രാവിട്ടം ത്രയോദശി പക്കം ഗജകരണം സിദ്ധനാമ ഉദ്യോഗം കൂടിയ സമയത്താണ് രാവിലെ പഞ്ചാംഗായി ഈ 5 സാധനമായി. പിന്നെ രാശി ഏതാ? രാശി അന്ന് അന്നത്തെ സൂര്യോദയം എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാം. 10-15 ഉദയാദി, 10 നാഴിക 15 നാഴിക ഉദയാദി. ഉദയാൽപ്പര എത്ര പഞ്ചായത്തിലുണ്ടാവും? അപ്പോ ആ ദിവസം എങ്ങനെയുണ്ട്? എങ്ങനെയുള്ള ദിവസമാണ്? അതാണ് തിഥൗ ശുഭായം, ശുഭമായ തിഥിയാവണം. ജ്യോതിഷം തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞ് സംവാദം നടത്തിയ നഗരാട്ട തൃശ്ശൂര് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ്. ഓർമ്മയില്ലേ? ഒരു സ്വാമിജി വന്നിട്ട് ജ്യോതിഷത്തിന് പരസ്യമായി വെല്ലുവിളിക്കുകയും ജ്യോതിഷന്മാരായിട്ട് സംവാദമൊക്കെ നടത്തുകയും ചെയ്തെൻ്റെ യൂട്യൂബിൽ കാണാപ്പത്. അവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, എന്താ പറയാനുള്ളൂ? കാരണം തൃശ്ശൂർ നല്ല മർമ്മപ്രധാന സ്ഥലമാണ്. ഇവിടെ എന്തെങ്കിലും ഇളക്കി വിട്ട് അങ്ങോട്ട് എത്തിക്കോളും. ഞാൻ അമേരിക്കയിലേക്ക് ഇപ്പോൾ വേണമെങ്കിൽ എത്താം. നേരെ കുറച്ച് കോഴിക്കോട് ഈ പറഞ്ഞാൽ ഇത്ര വിലപ്പോയിന്നില്ല. തൃശ്ശൂർ എല്ലാത്തിനും പറ്റില്ല. ആനയ്ക്കും പൂരത്തിനും സദ്യക്കും ഒക്കെ കയറല്ലേ? സാംസ്കാരിക നഗരം തന്നെയല്ലേ? എന്തായാലും എന്താണ് എന്താ നക്ഷത്രം? തിഥി എന്താ? തിഥി കറുത്ത പക്ഷത്തിലെ നക്ഷത്രം എന്താ?
അവിട്ടം നക്ഷത്രം, ത്രയോദശി പക്കം, ഞായറാഴ്ച, ആനക്കരണം, സിംഹം. ഇതാണ് പഞ്ചാംഗം. വിധോ ശുഭായാം വിധോ, ശുഭമായിരിക്കുന്ന തിഥിയായിരിക്കും. രിക്താവിഷ്ടി സ്ഥിരകരണാരഹിതേ എന്നാണ്. രിക്ത കടത്ത പക്ഷത്തില് അല്ലെങ്കിൽ വെളുത്ത പക്ഷത്തില് ആണെങ്കിൽ രിക്ത ചേർത്തി നവമി 14 പാടില്ല, വിഷ്ടിക്കരണം പാടില്ല, സ്ഥിരകരണം പാടില്ല. അങ്ങനത്തെ വെളുത്ത പക്ഷത്തിലെ തിഥിയാണ്. അപ്പൊ ഇവിടുത്തെ സ്ഥിതി എന്താ? അപ്പൊ തിഥി എന്നാൽ എന്താ കഴിച്ചാൽ എന്താണ്? തിഥി ശ്രേയ, ശ്രേയസ്, ക്ഷേത്രത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അതിന്റെ ഫലം. തിഥി ശുഭത്വാൽ ഉദ്ദിഷ്ട കാര്യസാധ്യം ലഭതേന. തിഥി ശുഭമായി വന്നാൽ കാര്യസാധ്യം. നമ്മുടെ അമ്പലത്തിലേക്ക് വരുന്ന ഓരോരുത്തരും വരുന്നതിനൊരു ഇന്റൻഷൻ ഉണ്ടാവും. ചിലര് സന്താനം ഉണ്ടാവണം എന്ന് വിചാരിച്ചു വരും, ചിലര് രോഗം മാറണമെന്ന് വിചാരിച്ചു വരും, അല്ലേ? ചിലർ കാര്യം നടക്കണം, കച്ചവടം ഉണ്ടാവണം എന്ന് വിചാരിച്ചു വരും. ചിലർ ഇവിടെ വന്നിട്ട് കുത്തി ഇളക്കിട്ട് മറ്റുള്ളവർ തെറി വരാമെന്ന് വിചാരിച്ച് വരുന്നവരുണ്ട്. അമ്പലത്തിൽ പോയിട്ട് 4 വർത്താനം പറഞ്ഞാണില്ല, അവനെ ഞാൻ 4 കൊടുത്തു, സന്തോഷമായി മുപ്പർക്ക്, സാറ്റിസ്ഫൈഡ്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരാണ് എന്തിനു വരിക? അമ്പലങ്ങളിലേക്ക് വരിക. ആ വരുന്നതിൽ ഉദ്ദിഷ്ട കാര്യസാധ്യം ലഭതേ, മനസ്സ് വേദനിച്ച് ഭഗവാന്റെ മുന്നിൽ വന്ന് എനിക്ക് ഇന്നത് വേണം എന്ന് പറയുന്നവർക്ക് കാര്യസാധ്യം കൊടുക്കണം. അതിന് തിഥി നന്നാവണം എന്നാണ്. അപ്പം ആ തിഥി നന്നായി, പക്ഷേ പക്ഷബലമില്ല. ദേവന്റെ നൈസർഗിക ചൈതന്യം ഇവിടെ ഉണ്ട്, പക്ഷെ ആ അനുഗ്രഹ കലയിൽ അല്പം കുറവ് വന്നിട്ടുണ്ട്, കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അത് 15-ൽ നടന്ന കലശം എന്ത് കലശമായിരുന്നു? 2015 നടന്ന കലശം എന്ത് കലശമായിരുന്നു? നവീകരണ കലശമാണോ അതോ ദ്രവ്യ കലശമാണോ? എന്തായി? എത്ര ദിവസം ഉണ്ടായി? അത് നമ്മൾ ഉദ്ദേശിച്ച കലശമല്ലത്. വെറും ഒരു ശുദ്ധി ഉണ്ടായിട്ട് കുടിവെപ്പ് കഴിഞ്ഞ് ശുദ്ധിയാ. നമുക്ക് എന്ത് ചെയ്യണം അറിയണം? നല്ലൊരു ശരിക്കും ആ ബിംബം മാറാതെ നവീകരണ ക്രിയാദികളോടുകൂടി കലശം നടത്തുമ്പോൾ 7 ദിവസവും അല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഇന്നലെ പറയുണ്ടായിരുന്നു, വർഷത്തിലൊരിക്കൽ ഒരു ശുദ്ധി, ഒരു ശുദ്ധി, നിത്യനിദാനം വ്യവസ്ഥപ്പെടുത്തുക. അതിൽ നമ്മൾ തന്നെ ഏറ്റവും ഗൗരവമായിട്ട് കണ്ടൊരു വിഷയം എന്താ അറിയുന്നത്? ഇവിടെ പൂജയില്ല, നേദ്യം മാത്രമുള്ളൂ, ദേവസ്വം ബോർഡ് അത്ര അംഗീകരിച്ചുള്ളൂ. അത് മതി, നമുക്ക് അവരോട് എജിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? നമുക്കൊരു പൂജയ്ക്കുള്ള സംവിധാനം ഉണ്ടാക്കാം, ശാന്തിക്കാരൻ ഏർപ്പാടാക്കി. രാവിലെ നേരം പൂജ, വൈകുന്നേരത്തിൽ നേദ്യാലും മതി. അപ്പോഴേ എന്തുണ്ടാവുള്ളൂ? ഈ പറഞ്ഞ വോൾട്ടേജ് വർദ്ധിക്കുള്ളൂ. അപ്പൊ 3 ദിവസത്തെ കലശമല്ല ഇനി നമ്മൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ വാസ്തുശുദ്ധി ചെയ്ത്, വാസ്തുശുദ്ധിയോടുകൂടി പ്രാസാദ ശുദ്ധി, ബിംബശുദ്ധി, കുറച്ച് ആ മറ്റേ തത്വങ്ങളൊക്കെ ഉണ്ട്, 25 തത്വം എന്നൊക്കെ, തത്വഹോമം, തത്വകലശങ്ങളോട് കൂടി പ്രായശ്ചിത്തഹോമങ്ങളൊക്കെ ചെയ്ത്. കാരണം എന്തായാലും നമ്മൾ പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ആരാന്ന് നമുക്കറിയില്ല. 12ഓളം സ്വയം ആത്മാഹുതി ചെയ്ത ആളുകളുടെ ആത്മാക്കളൊക്കെ നമ്മൾ നിലവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അതിന്റെ ദുരിതങ്ങളൊക്കെ ചെയ്തു. പിന്നെ നാടുവാഴികളായ ആളുകൾ കിടന്നിട്ട് വെട്ടിയിട്ടും കുത്തിയിട്ടും ഒക്കെ ചെയ്ത കാര്യങ്ങൾ വേറെ, വയറ് തുറന്നിട്ടൊക്കെ ഉണ്ടാക്കിയുള്ള ദോഷങ്ങൾ. പിന്നെ ഭൂതപ്രേത വിശാചികളായ യക്ഷിഗന്ധർവന്മാരുടെയൊക്കെ സാന്നിധ്യം എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം തീർത്ത് ദേവനെ നല്ല അനുഗ്രഹ. ത്രയോദശിയല്ലേ, പ്രദോഷ പ്രധാനമാണല്ലോ ശിവൻ, പ്രാധാന്യം അല്ലേ? എല്ലാ മാസത്തിലെയും പ്രദോഷ ദിവസം പ്രത്യേക പൂജക്ക്. അതിനൊന്നും ദേവസ്വം കൊണ്ട് അംഗീകാരം പ്രദോഷത്തിന് വൈകുന്നേരം വരിക. പ്രദോഷത്തിന്റെ ത്രയോദശിയാം പ്രദോഷം അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ത്രയോദശി, ദ്വാദശി, ത്രയോദശി മുതലായ ദിവസങ്ങളിൽ ശിവനെ ഒന്ന് തൊഴുതാൽ സർവാഭീഷ്ട സിദ്ധിയാണ്. സന്ധ്യ വൈകുന്നേരത്ത് ഒക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. കലണ്ടറുണ്ട്, എല്ലാ കലണ്ടറിലും പ്രദോഷമുണ്ട്. സർക്കാരിന്റെ കലണ്ടർ ഒഴികെ എല്ലാ കലണ്ടറിലും പ്രദോഷമുണ്ട്. പൂജ വേണമെന്നാ പറഞ്ഞു. ദേവസ്വം ബോർഡ് നിശ്ചയാണ്, ബോർഡ് നിശ്ചയാണ്, ബോർഡ് നിശ്ചയാണ്. ബോർഡ് എന്ന് പറയണത് ചെയ്തു. അതെ അതെ, അത് നിശ്ചയിക്കുന്നു. ഇപ്പൊ ബോർഡാണ്. അങ്ങനെയാണ് അതിന്റെ കണക്ക്. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള സർക്കുലറാണ് നടപ്പിലാക്കുക. അവർക്കൊന്നും ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും, നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രദോഷ പൂജയൊന്നും ദേവസ്വം ബോർഡിൽ ഇല്ല കേട്ടാ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രദോഷത്തിന് നിങ്ങൾ വരിക, പാല് വെട്ടുക, അഭിഷേകം ചെയ്യുക, ഇളനീര് അഭിഷേകം ചെയ്യുക. അതിനിപ്പോ ഇതിന്റെ ആവശ്യമില്ല. ഇവിടെ നിന്നിട്ട് 1008 നമസ്കാരം ചെയ്യുക. ആരുടെ ചോദിക്കണം? അത് ധൈര്യമായിട്ടില്ല. നമസ്കാരം ഒരു 1.5 മണിക്കൂർ ഇല്ല, അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഇല്ല. പ്രദോഷത്തിന് പ്രാധാന്യമുണ്ട്. ഒരു നേരം പൂജയിലാക്കണം. അതിപ്പോ നമുക്ക് അടുത്ത് കഴിഞ്ഞാൽ തന്നെ. അപ്പൊ അദ്ദേഹത്തിന് ശാന്തിക്കാരന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം കിട്ടേ? അദ്ദേഹത്തിന് ഗുണം മാത്രം, ഭൗതികമായ ഗുണം കിട്ടും.
അല്ല, അതിനെക്കുറിച്ച് പല ആൾക്കാർക്ക് നോദ്യം എന്താ പൂജ എന്താ അടച്ചത് മുഴുവൻ പൂജ ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. നട അടച്ചത് നേദ്യത്തിന്, നേദ്യം കഴിഞ്ഞ് നട അടച്ച് പൂജയുണ്ട്. അതാണ് പൂജ. മണിയടിച്ച് പൂജ. 2 മണിന്നാണ് ഞങ്ങൾ പറയാ. 2 മണിയായി മാരാര് ചെണ്ടെടുക്കണം എന്നാ. മരന്മാരുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്താ ആരെങ്കിലും മരന്മാരുടെ അധികാരണ്ട സമ്മതം ആവശ്യമില്ല, നമുക്ക് ചെയ്യാം. പക്ഷെ ആധികാരികമായിട്ട് അവർ അതിനുള്ള വേതനമൊന്നും ഇദ്ദേഹത്തിന് കൊടുക്കില്ല, ദേവസ്വം ബോർഡ് കൊടുക്കില്ല. പക്ഷെ നമുക്ക് കൊടുക്കാം. അപ്പോൾ താങ്കൾക്ക് താങ്കളുടെ നക്ഷത്ര ദിവസം പൂജ ചെയ്യണമെങ്കിൽ ഇവിടെ വരിക, എനിക്ക് ഇന്ന പൂജ ചെയ്യണമെന്ന് ഇവിടുത്തെ അധികാരികളോട് പറഞ്ഞാൽ മേൽശാന്തി അത് ചെയ്ത് നമുക്ക് പ്രസാദം തരും. അത് നമ്മൾ പൈസ കൊടുക്കണം. ആ വ്യക്തിപരമാണ്. ദേവനുള്ള പൂജ ഇതിൽ വരും. സാധാരണ പൂജ ദേവസ്വം ബോർഡാണല്ലോ രാജാവ്, അധികാരി അവരാണല്ലോ. ദേവനുള്ള പൂജയാണ് കലശപൂജ. അത് കൊല്ലത്തിലൊരിക്കൽ നടത്തും തന്ത്രി ചെയ്യും. അതായത് ആദ്യത്തെ കലശം കഴിഞ്ഞതിന് ശേഷം കൊല്ലത്തിലൊരിക്കൽ തന്ത്രി വന്ന് ഈ ശുദ്ധിയാദികൾ ചെയ്യുന്നതാണ് ദേവന്റെ പൂജ. ഒരു കൊല്ലത്തിലുള്ള പവർ സ്റ്റോറേജ് ആയി. പിന്നെ അതിന് നമ്മൾ പോയി എടുക്കുകയാണ് ഈ പൂജകൾ. ഏത്? നമ്മളെ നക്ഷത്ര പൂജകൾ. ഈ നക്ഷത്ര വൃക്ഷങ്ങളെ പറയുന്ന പോലെ തന്നെ നക്ഷത്ര പൂജകളും ഓരോ ദിവസവും അശ്വതിക്കാരൻ ദിവസം എല്ലാ മാസത്തിലും അശ്വതിക്ക് എൻ്റെ വകൽ പൂജ, ഒരു വിളക്കമാല പുഷ്പാഞ്ജലി നിവേദ്യത്തോടു കൂടി പൂജയ്ക്ക് ഒരു സംഖ്യ നിങ്ങൾ നിശ്ചയിക്കുക. അത് നിങ്ങൾ കൈകാര്യം ചെയ്യുക. ശാന്തിക്കാരൻ എന്തെങ്കിലും കൊടുക്കണം, മാല കെട്ടുന്ന ആൾക്ക് കൊടുക്കണം, നിവേദ്യത്തിൻ്റെ അളവ് കൂട്ടണം. അങ്ങനെയൊക്കെയാണ് അതെ. നമുക്ക് അവിടെ പോയി തൊഴാം, അതിൻ്റെ പ്രസാദം തരും. നമ്മൾ കൊടുക്കുന്ന ആളുടെ പേരും നാളും പറഞ്ഞാൽ അദ്ദേഹം പുഷ്പാഞ്ജലി ചെയ്യും. ഈ അതേ നടക്കുള്ളൂ. അതാണ് നിയമം. പണ്ടതല്ല. മുമ്പെന്ന് വെച്ചാൽ ധാരാളമായി പൂജയ്ക്ക് മുടക്കൊന്നുമില്ല. അത് ഏറ്റവും മിനിമം ഒരു സമ്പ്രദായം അപ്പൊ ഇതില്ല വിചാരിക്കുക. ദിവസം ഒരു പൂജ ഉണ്ടാവും, 5 പൂജ എല്ലാം മഹാക്ഷേത്രങ്ങൾ ഉണ്ടാവും, 18 പൂജ ഉണ്ട്. അതൊക്കെ ഓരോ നമുക്കിവിടെ 18 പൂജയൊക്കെ ചെയ്യാം. ഉദയാസ്നാന പൂജ എന്നതിന് പറയാം. ഭാവിയിൽ ചെയ്യാം, ഉദയാസ്നാന പൂജയ്ക്ക് ചെയ്യാം. ദിവസേന ശിവയിലേക്കുള്ള അമ്പലങ്ങളില്ലേ അങ്ങനെ ഒരു വിധാനം. ഇതിപ്പോ നമ്മളൊരു സാധാരണ കാവല്ലേ, ഗ്രാമത്തിലൊരു കാവാണ്. ചടങ്ങും ചെലവും കൂടും. സാധ്യതകളൊക്കെ വെച്ചാൽ വ്യത്യാസം. 5 പൂജയ്ക്ക് വാദ്യം വേണം, കൊട്ട് വേണം, അല്ലാണ്ട് ഇപ്പൊ നടത്തില്ല. തന്നോളന്നില്ല, എല്ലാം ദിവസം തരില്ല. ഏയ് അതൊക്കെ അതെന്താ വെച്ചാൽ നിയമം അതിന്റെ വഴിക്ക് പോകും. അത് അതിന്റെ പാട്ട് പോകും. നമ്മൾ മുഴുവൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരോട് തരണം. അല്ലെങ്കിൽ ഇവിടുത്തെ വരുന്ന മാനേജറുടെ കിട്ടിയത് പോയി അത്രേ വേണ്ടു. അപ്പൊ നമുക്ക് ഒരു നേരത്തെ പൂജയെങ്കിലും തുടങ്ങണം. വാർഷികമായ ചൈതന്യ ശുദ്ധികൾ വേണം. ഇനി ഈ പ്രശ്നം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്കൊരു കലശം. ആ കലശത്തിന്റെ പേര് നമ്മൾ ദ്രവ്യകലശം എന്നുള്ള പേര് മതി. നവീകരണം വേണ്ട. നവീകരണ ക്രിയകളോട് കൂടിയ ഒരു ദ്രവ്യകലശം. അത് 7 ദിവസം ഉണ്ടാവും, 3 ദിവസം കൊണ്ടാവില്ല. അപ്പം നിങ്ങളുടെ അവസ്ഥയിൽ അത്രേ തരത്തിൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഈ തത്വഹോമാദികൾ വന്നാൽ 4 ദിവസം അതിന് വേണ്ടി വരും. അപ്പോൾ തത്വകലശം, തത്വഹോമം, അധിവാസം അല്ലേ, അങ്ങനെയല്ലേ? അത് കഴിഞ്ഞ് ആ തത്വകലശം ആടും. എന്നിട്ടാണ് ചൈതന്യം വരുത്തുക. അതാണ് അതിൻ്റെ ക്രിയ. ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കും. നല്ല രസമായിട്ട് വായിക്കാൻ പറ്റിയ പുസ്തകങ്ങളുണ്ട്. വായിക്കാം, നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ശരിക്കും ചൈതന്യമായി. പിന്നെ വരുന്നവർക്ക് മുഴുവൻ അനുഗ്രഹം കൊടുക്കാനുള്ള കല ആരിലുണ്ട്? ദേവങ്കിലുണ്ട്. ശിവൻ തന്നെയാണെന്നും 10 വർഷത്തിലായതുകൊണ്ട് അവിടുത്തെ അത്ര കാലം ഒരു നവീകരണത്തിന്റെ കാലം അതിക്രമിച്ചു. കറുത്ത പക്ഷം, ശരിക്കും വെളുത്ത പക്ഷമാണ് വേണ്ടത്. ഈ വെളുത്ത സമസ്തകാര്യേഷു വളക്ഷപക്ഷകേന. പക്ഷഫലം നമ്മുടെ ജീവിതത്തിലും പ്രപഞ്ചത്തിലും മാറ്റം വരുത്തുന്നതാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം മരം വെട്ടുകാരനെ കോടാലി മാത്രമേ ഉള്ള കയ്യിലുള്ളൂ. അയാൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിക്കോളൊന്നുമില്ല. അയാൾക്ക് ഈ ആല് മുറിക്കാൻ എങ്ങനെയെന്ന് അറിയാം. പക്ഷേ അയാൾക്ക് ഒരു കാര്യം അറിയാം. അയാൾ നമ്മളോട് ചോദിക്കും, ഏതാ തിരി ചോദിക്കും. നാട്ടുഭാഷയുടെ ഇമ്മി ഉണ്ടോ ചോദിക്കും. ഇമ്മി തന്നെ ദശമി, സപ്തമി, അഷ്ടമി, നവമി. ഇമ്മി. കാരണം വെളുത്ത പക്ഷത്തിലെ ഇളനിലാവ് വാവ് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ വൃക്ഷഛേദനം നടത്തിയാൽ ആ മരം എന്തായി? വെള്ളം കുത്തുന്ന അറിയാം. ബലം ഉണ്ടാവില്ല. എത്ര ഏത് തേക്കും. അതിൽ പറഞ്ഞ ചില മരങ്ങളുണ്ട്. അത് വെട്ടിക്കഴിഞ്ഞാൽ അതെന്തായി? അതിന് കാതലുണ്ടാവും. ഇന്ന് ആർക്കറിയാം? ഈ കോടാലി കൊണ്ട് വരുന്ന തമിഴനോ അല്ലെങ്കിൽ മറ്റോനോ അറിയാമോ? ഇനി ഞങ്ങളുടെ ജ്യോതിഷത്തിലേക്ക് വന്നാലോ? അതിന് മൂത്തുണ്ട് അല്ലേ? ആദിയോടടുത്തതാകാം അല്ലേ? അനിഴമോട് മൂന്നുമാകാം, ചൊല്ലുകിൽ ചതയമാകാം, ഓതിയോരോണം തന്നെ 9 പാടുക. 9 പാടൽ എന്ന് പറയും. പണ്ട് ഈ പട്ടപ്പരയും വൈക്കോൽപ്പരയും ഉണ്ടാകുന്ന കാലത്ത് ഈ പെരമേയാൻ മുഹൂർത്തമുണ്ട്, പിന്നെ മരം വെട്ടാൻ മുഹൂർത്ത. അത് ആദിയോടടുത്തതാകിൽ അണിയറ തീപിടിക്കുന്നു. ആദിയോടടുത്ത് ഏതാണ്? ആദി എന്ന് പറഞ്ഞാൽ അശ്വതി. അതിൻ്റെ അടുത്ത നക്ഷത്രം ഭരണിയാണ്.
ഭരണി നാളിൽ മരം വെട്ടിയാൽ ആ മരം പെരേമ കയറില്ല ഭൂമിളക്കുന്ന അനിഴമോട് 3 മാകില്ല ആ മരം അല്ല അണിയറ തീ പിടിക്കും. അനിഴം മുതൽ 3 ദിവസമാണെങ്കിലോ പൂമുളയ്ക്കും. ഉപയോഗിക്കേണ്ടി വരികയാണ്. നിൽക്കുന്ന മരത്തിനെ കുറിച്ചാണ് പറയണേ. ഇതാണ് ശാസ്ത്രം. ഇവിടെ ഇപ്പോ വെളുത്ത വാവ് കഴിഞ്ഞ് 13ാമത്തെ ദിവസമാണ് നിങ്ങളുടെ പക്ഷ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ 15 ലിറ്റർ നമ്മുടെ കയ്യിലുണ്ട്. 15 ലിറ്റർ പാൽപ്പായസം ഉണ്ട്, അല്ലെങ്കിൽ 15 ലിറ്റർ മിനറൽ വാട്ടർ ഉണ്ട്. അതിലെ 13 ലിറ്ററും പോയിരുന്നു. ഈ 2 ചില്ലാനും ലിറ്റർ ഉള്ളു. നമ്മൾ പുതിയ കാറുകളിലൊക്കെ കാണാലോ എത്ര കിലോമീറ്റർ ഓടുന്നു. അപ്പൊ 15 കിലോമീറ്റർ 150 കിലോമീറ്ററിലേക്ക് ഇനി 20 കിലോമീറ്റർ എന്തുള്ളൂ നമ്മുടെ ഇന്ധനം കയ്യിലുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പമ്പ് പോയി ഫില്ല് ചെയ്യണം. അത് കമ്പാരിറ്റീവായിട്ട് അതാണ്. അന്നത്തെ അവസ്ഥയിൽ ആ കല്ലൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഒരു പ്രശ്നമൊക്കെ കഴിച്ച് മഹാത്മാക്കളായ നമ്മുടെ പൂർവ്വസൂരികൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചു. അവർക്ക് അന്ന് അത്രേ പറ്റുള്ളൂ. പിന്നെന്താണ്? ഇപ്പൊ വലിയ അമ്പലമായി അല്ലേ? ഇപ്പൊ അന്ന് നക്ഷത്ര വൃക്ഷവും ഇല്ല, എന്തില്ല, നാലമ്പലവും ഇല്ല, വളർന്ന് വലുതായി. അപ്പൊ എന്ത് ചെയ്യണം? അതെ, 5 വയസ്സായ കുട്ടി 15 വയസ്സായി ആളായില്ലേ? ഇതാ നമ്മള് പറയാറുണ്ട് ഇതാനും ബാലകോസിത്വം. അവസ്ഥ പൂജ്യതേ രാമ ശരീരോ നതു പൂജ്യതേ. ശ്രീരാമൻ വനവാസകാലത്ത് ഭരദ്വാജാശ്രമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം കായും കനിയെ കൊടുത്ത് സ്വീകരിച്ചു. തിരിച്ചു വരുമ്പോഴോ കാട് മുഴുവൻ അലങ്കരിച്ച് ഈശ്വരന്മാരെ വിളിച്ച് ഗംഭീര സദ്യ നടത്തി. അപ്പൊ ശ്രീരാമൻ ചോദിക്കണം ഞങ്ങളുടെ അവസ്ഥയാണ് പൂജിക്കണം. അങ്ങോട്ട് പോകുമ്പോ കുട്ടിയാണ് മഹാരാജാവാണ്, രാവണനെ ജയിച്ചു വരുന്ന മഹാരാജാവാണ്. അന്ന് വനവാസത്തിന് പോണ ആളാണ്. ആ അവസ്ഥക്കുള്ള മാറ്റം ഉണ്ട്. അതാണ് അതിന്റെ കാരണം. ദേവന്റെ അവസ്ഥ മാറ്റമാണ്. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ ആകുമ്പോഴൊന്നും വളരെ മൈൻഡ് ചെയ്യില്ല. അത് കഴിഞ്ഞ MLA സ്ഥിതി എന്താ? പ്രോട്ടോകോൾ പിന്നെ അതിന് മന്ത്രിയല്ലോ കുറച്ച് പിടിക്കാൻ പോയില്ലേ അല്ലേ? പിന്നെ അടുവന്നൊക്കെ മൊത്തത്തിൽ വിളിക്കാൻ പറ്റുക. അതന്നെ ദേവന്റെ കാര്യം. ലോകസഭാവല്ലേ അത്? ചെറിയ അമ്പലം വലുതാവും. വലിയ അമ്പലത്തിൽ അപ്പൊ ഈ അമ്പലം തന്നെ വലിയ കേമായി വിചാരിക്കുക. വലിയ കേമായി 12,000 ഒക്കെ നടക്കുന്ന അമ്പലമായി മാറ്റിയാൽ പെട്ടെന്ന് നല്ല അവിടെ പൂജ നടക്കുക. ആൾക്കാർക്ക് തന്നെ നിറഞ്ഞു നിൽക്കുക അതിൻ്റെ ഉള്ളിൽ. ഇപ്പൊ താങ്കൾ തന്നെ വന്നു. ഇപ്പം ഭക്തിയുള്ളവരാണെങ്കിലേ നമുക്കവിടെ കയറാൻ പറ്റില്ല. അമ്മമാരിങ്ങനെ അല്ലെങ്കിൽ ഭക്തങ്ങൾ കൂടി നിൽക്കുക. അപ്പൊ നമ്മളെ പുറത്തു നിന്ന് തൊഴും. ചില സമയത്ത് അങ്ങനെ വേണ്ടി വരും. ഗുരുവായൂർ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഒരു അയ്യപ്പൻ നായരെ കുറിച്ച് ഞാൻ കേട്ട IAS. അദ്ദേഹം ഒരിക്കലും അതിക്രമിച്ച് കയറിയിരുന്നില്ല. അങ്ങനെ പറഞ്ഞ് ക്യൂവിൽ നിന്ന് തൊഴുന്നതാണ്. ഭക്തന്മാരുടെ ക്യൂവിൽ നിന്ന് അദ്ദേഹം തൊഴുതിരുന്നതാണ്. ആ മനസ്സ് നമുക്കൊന്നും ഉണ്ടായിട്ടോ. നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നത് എങ്ങനെ ചുളിവിൽ അമ്പലത്തിൽ പോകും വേണം, ചുളിവിൽ എങ്ങനെ കയറാൻ പറ്റുക നോക്കി നടക്കുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്ന ആൾക്കാർ. നമ്മളൊക്കെ ഞാനടക്കം. പക്ഷെ അദ്ദേഹത്തിന് അത് സാധിച്ചിരുന്നു. അത് മതി. ആ മനസ്സുകൊണ്ട് ഭഗവാനിലേക്ക് എത്തുകയാണ്. ആ മനസ്സുകൊണ്ട് ഭഗവാനിലേക്ക് എത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചൈതന്യം, ആ ചൈതന്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം പൗഷ്ടിക കാര്യങ്ങളെ കൊണ്ട് 2 തരത്തിലാണ് പ്രായശ്ചിത്തം. ഒന്ന് പൗഷ്ടികം, ഒന്ന് ശാന്തികം. അപ്പൊ ശാന്തികങ്ങളായ കാര്യങ്ങളെ കൊണ്ട് ചെയ്ത് പിന്നെ പൗഷ്ടിക അഭിവൃദ്ധി വരുത്തണം. അപ്പൊ അത് അതിക്രമിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ തന്നെ ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദ്രവ്യ കലശം അഥവാ നവീകരണ കലശം തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും കാലമായില്ലേ? ഒരു നവീകരണ കലശത്തിന്റെ ക്രിയാദികളിലേക്ക് അടുത്തിരിക്കുന്നു. എന്താ നക്ഷത്രത്തെ കുറിച്ച് എന്താ അഭിപ്രായം? കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പറ്റാത്ത നക്ഷത്രമാവണം എന്നുണ്ട്. അപ്പൊ അങ്ങനെ ആയില്ലേ? ചോറ് കൊടുക്കാൻ പറ്റുന്ന നക്ഷത്രം. കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ നക്ഷത്രങ്ങളുണ്ട്. എന്തെങ്കിലും ദിവസം പോയിട്ട് ചോറ് ചെറിയ പാടില്ല. അതെന്താ പറയാൻ കാരണം? അതിനും പുരാണമുണ്ട്, ശാസ്ത്രീയതയുണ്ട്. 150 ദിവസം കഴിഞ്ഞേ പാടുള്ളൂ. ചിലർ ചൊല്ലും ദേവകി കാലം, ചിലർ പറയും 148 ദിവസമെങ്കിലും കഴിയുന്നുണ്ട്. ഇതിനെ പാടുള്ളൂ. അതിന്റെ പുരാണവശം എന്താ വെച്ചാൽ കുംഭീ നരകത്ത് നിന്ന് കരയേറി എന്നുള്ളതാണ്. മറ്റത് അതല്ല. ശാസ്ത്രീയ പിന്നെ മോഡേൺ ശാസ്ത്രം എന്താ പറഞ്ഞ കുട്ടിയുടെ ആമാശയത്തിൽ ഉപ്പ് ചെല്ലണമെങ്കിൽ കുട്ടിയുടെ ആമാശയത്തിൽ നല്ല വളർച്ച എത്തണം. 150 ദിവസം കഴിഞ്ഞാലാണ് ഉപ്പിന്റെ അംശം. കുട്ടിക്ക് ചോറ് കൊടുത്താൽ മതി. കുറച്ച് കേക്ക് കുട്ടി ചെറിയ തേച്ചാൻ വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ? കേക്കാണല്ലോ ഇപ്പൊ പിറന്നാൾ കഴിക്കുക അല്ലേ? എന്നിട്ട് വിളക്ക് കത്തിക്കുകയല്ലേ ചെയ്യും, വിളക്ക് ഊതും ചെയ്യും പോരാത്തത് അല്ലേ? അപ്പൊ കുട്ടിക്ക് ഈ പിന്നെ കട്ടിയായ ആഹാരം ചെല്ലാൻ ദഹിക്കണമെങ്കിൽ ആദ്യം നല്ല സമയത്ത് പാകത, ആമാശയം പാകത വരാൻ വേണ്ടി 150 ദിവസം കാത്തിരുന്ന് ഒരു നല്ല സമയത്ത് കുട്ടിക്ക് നമ്മൾ അന്നപ്രാശം നടത്തുകയാണ്. വലിയ സൂക്കുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അതിൽ പറഞ്ഞ ഒരു ദിവസമായിരിക്കണം എന്ത് നിങ്ങൾ വന്ന് പറയുന്നത്. ഇതിപ്പോ അങ്ങനെ ആയിട്ടുണ്ട്. അവിട്ടനാൾ വന്നത് ഞാൻ അവിട്ടനാൾ വന്നോണ്ട് പ്രത്യേകിച്ച് വല്ലതും തോന്നുന്നുണ്ടോ?
ഇവിടുത്തെ നിവേദ്യം നന്നാണെന്നുള്ള ഒരു കാര്യം ഈ മൂന്നാം ഭാവത്തിന് വല്ലതൊക്കെ ഉണ്ടല്ലോ. മൂന്നാം ഭാവം അല്ല അവിടുത്തെ നക്ഷത്രം ആയതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു തോന്നുന്നുണ്ടോ ചോദിക്കാം. അങ്ങനെ ചൊല്ലുണ്ട് ശരിയത്. അത് അദ്ദേഹം പറഞ്ഞു എന്റെ അത് കേക്ക് അവിട്ട ആ അവിടെ ഇറ്റാലും കാശുണ്ടാവുന്ന നേരത്തെ പറഞ്ഞ ഇന്നലെ അവതാരം ആ സമയത്ത് ഈ വരാഹത്തിന് പറയുന്നത് എന്ത് വരാഹം ഈ നക്ഷത്രത്തിന്റെ മൃഗത്തിന് ആയിട്ട് അമ്പതിലൂടെ അർജുനൻ പറയേ അങ്ങനെ ഒരു എന്താ വെച്ചാൽ ഇന്നലെ കഥയിൽ പറഞ്ഞു ഈ അർജുനന്റെ വാശുവാസം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ സമയത്ത് ഒരു പന്നി അമ്പതിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ നക്ഷത്രത്തിന്റെ മൃഗം പന്നിയാണ്. അപ്പൊ ഈ ദേവനായിട്ട് ചോദിച്ചില്ല ഉച്ചക്ക് ഇത് വേട്ടയ്ക്കൊരു മകനാണോ വേട്ടക്കരനാണോ എന്ന് സംശയമുണ്ട് ഭക്തന്മാരുടെ ഇടയിൽ. അതപ്പോ അദ്ദേഹം പറഞ്ഞു പറയും. അപ്പൊ ആ വേട്ടേക്കരൻ അർജുനോട് വാസുവാസം കൊടുക്കാൻ പോകുന്ന ആ സമയത്തുള്ള ദേവനാണെന്നുള്ള സൂചിപ്പിക്കുന്ന ഭാവത്തിലാണ് ഈ ദേവൻ. കൂടിയാണ് അടുത്ത നക്ഷത്രം. കുറെ കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഇതിന് ഫലം. ഇന്നലെ ചോദ്യം ഉണ്ടായില്ല. ഇല്ല ഇന്നലെ ചോദ്യം ഉച്ചയ്ക്ക് വരാഹത്തിന്റെ കാര്യം പറഞ്ഞു ഉറപ്പിക്കൂ. അല്ല അപ്പൊ ഈ വേട്ടേക്കരൻ എന്നുള്ള സൂര്യനല്ല ശ്രദ്ധിക്കണേ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയൂ. അല്ല അപ്പൊ അതിൽ പ്രത്യേകിച്ച് നക്ഷത്രം ദേവന്റെ നക്ഷത്രം ഇവിടെയുള്ള ദേവന്റെ നക്ഷത്രത്തിന്റെ 5, 3, 5, 7 നക്ഷത്രങ്ങൾ വരാൻ പാടില്ല. ചോറൂന്ന് പറഞ്ഞ നക്ഷത്രം ആവണമെന്നാണ്. അപ്പൊ ഈ നക്ഷത്രം നന്നായതുകൊണ്ട് കൃതപാപ സഞ്ചയകരം എന്നൊരു ഫലം കൂടി ഉണ്ട്. കൃതപാപ സഞ്ചയകരം, കൃതം ചെയ്തു വെച്ചിട്ടുള്ള പാപങ്ങളുടെ സഞ്ചയം, കൂട്ടം, സഞ്ചയഹരം, അത് അതിനാ ദോഷം തീർക്കുന്നതാണ്. അപ്പൊ ഈ നക്ഷത്രം നന്നായതുകൊണ്ട് ഈ ദേവന് ഇവിടെയുള്ള ദേവന്റെ ചൈതന്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ പ്രാദേശികമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾ തീരുന്നുള്ള ഒരു ഫലം. നമുക്കായി ബന്ധപ്പെട്ടുള്ള ഈ പാപങ്ങളെ തീർക്കാൻ വേണ്ടി എല്ലാ ദേവന്മാരും അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് ഈ ദേവനെ നമുക്ക് പോകാൻ അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളൊരു സൂചന. പിന്നെ ഈ ദേവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് നല്ലൊരു ശുഭമുഹൂർത്തത്തിലാണുള്ള ലക്ഷണം കൂടി മറ്റു കാര്യങ്ങളും കൂടി ചേർത്തിട്ട് ഈ പ്രത്യേക ദോഷലിയാനും കൂടി ചേർത്തിട്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ ദേവൻ പ്രത്യക്ഷീഭവിച്ചത് പ്രത്യേകിച്ച് നല്ലൊരു സമയത്താണെന്നുള്ളതും ഇപ്പൊ ഈ നടത്തിയ പ്രതിഷ്ഠയും ഉത്തമമായ ശുഭമുഹൂർത്തത്തിലാണെന്നും ആ മുഹൂർത്തത്തിന്റെ കേമത്വം പറയണം. നമ്മുടെ പൂർവ്വസൂരികളായ ഗുരുനാഥന്മാര് അല്ലേ, കൊല്ലഴി ഉണ്ണിരാമപ്പണിക്കര് മുതലായ മഹാരഥന്മാര് തന്ന മുഹൂർത്തത്തിലായിരിക്കും നമ്മൾ കുടിച്ചിട്ടുണ്ടാവുക. അപ്പൊ മുഹൂർത്തത്തിനൊരു കേമത്വം ഉണ്ട് അല്ലേ. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമായി അല്ലേ, അങ്ങനെ നമ്മൾ പറയും മുഹൂർത്തം. അത് നമ്മൾ പറഞ്ഞ അന്ധവിശ്വാസം. സായിപ്പ് അത് ഇംഗ്ലീഷിൽ പറഞ്ഞ തെറ്റി അല്ല, അത് നല്ലതാണ്. പുരോഗമനം എന്താ പറയുക, സംതിങ് നൈസ് ബിഗൻ ഈസ് ഹാഫ് ഡൺ മുഖർ പറഞ്ഞിട്ടുണ്ട്. അത് കേമ സ്റ്റേജിന്റെ മുകളിൽ കയറി പറയാം. മുഹൂർത്തം എന്ത് മുഹൂർത്തം, എനിക്കായാലും മുഹൂർത്തത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. മറ്റതിലുണ്ടേനി എന്തിന് ഈ പറഞ്ഞ ഇംഗ്ലീഷിലുണ്ടേനി. അപ്പൊ മഹാരഥന്മാരായ ജ്യോതിഷികള് നല്ല മുഹൂർത്തത്തിലാണ് എന്ത് പ്രതിഷ്ഠിച്ചുണ്ടാവുക. അപ്പൊ സാഹിബ് പറഞ്ഞ ശരിയാ, സംതിങ് നൈസ് ബിഗൻ ഈസ് ഹാഫ് ഡൺ. നമ്മുടെ വിശ്വവിഖ്യാതനായ OV വിജയന്റെ ഒരു ചെറുകഥ, അദ്ദേഹം മരിക്കണ കാലത്ത് ഒരു ചെറുകഥ എഴുതി. ഇന്ത്യ ടുഡേയിലാണത് വന്നത്. അങ്ങനെ ഭ്രാന്തനാണ്. ഒരു ഭ്രാന്തൻ ബീച്ചിലിരുന്നിട്ട് മണലിലൊരു കൊട്ടാരം ഉണ്ടാക്കുകയാണ്. ആ കൊട്ടാരം ഏതാണ്ട് ഇങ്ങനെ പണി കഴിഞ്ഞാൽ ഒരു തിര വരെ അടിച്ചാൽ പോകും. അപ്പോൾ മൂപ്പർക്ക് മനസ്സിലായത് ഇന്നമാതിരി ഒരു സാധനമാണ് ഇരിക്കുന്നത്, പോയി വെക്കാം ചെന്നു. അപ്പോൾ OV വിജയനെ ഈ ഭ്രാന്തനും അറിയില്ല, ഭ്രാന്തന് ഇത് OV വിജയനാന്നും അറിയില്ല. രണ്ടാൾക്കും തമ്മിൽ അങ്ങനെ അറിയില്ല. എന്താ അവിടെ ചെയ്യണമെന്ന് ചോദിച്ചു. അല്ല നോക്കിക്കാൻ നിന്നു. അപ്പോൾ എന്താ നോക്കണമെന്ന് വെച്ചു. താങ്കൾ എന്താ അവിടെ ചെയ്യുന്നത്? ഞാൻ ഈ കോഴിക്കോട് കടപ്പുറത്ത് മണൽ കൊണ്ടൊരു കൊട്ടാരം തീർക്കുകയാണ്. ഓഹോ നല്ല കാര്യമുള്ളത്. എന്താ പണി കഴിച്ചു? അതൊന്നും പറയാൻ പറ്റില്ല. കഴിയാതിരിക്കില്ല. എന്താ കാരണം? ഇത് നല്ല മുഹൂർത്തത്തിലാണ് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ വിജയനെ മനസ്സിലായി, ഇയാൾക്ക് മുഴുവൻ വട്ടാന്ന് മനസ്സിലായി. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നിലനിൽക്കണം എന്ന ചിന്തയോടുകൂടി ആയിരിക്കണം ഇത് ചെയ്യുന്നത് എന്ന് OV വിജയൻ അവസാനം കോമട്ടിട്ട് നമ്മൾ ആ കഥ ചെറിയ പേജിലുള്ള കഥ ഇന്ത്യയിൽ വന്നതാണ്. ഒരു പേജിൽ അദ്ദേഹം ഇതാണ് ക്വസ്റ്റ്യൻമാർക്ക് ഇട്ടിരിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും സമ്പൂർണ്ണ നിരീശ്വരവാദിത്വത്തിൽ നിന്നും കരുണാകര ഗുരുവിൻ്റെ സമ്പർക്കത്തിലൂടെ ആധ്യാത്മികയുടെ അങ്ങേ തലയ്ക്കൽ വരെ ചിന്ത എത്തിയിട്ടുള്ള സാഹിത്യകാരനാണ് അദ്ദേഹം. അദ്ദേഹം എങ്ങനെ അവസാനം വയ്ക്കുക, ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഉണ്ടാക്കുന്ന ഈ കൊട്ടാരം നിലനിൽക്കണമെന്ന് ഇതിന്റെ സൃഷ്ടാവിന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മളെ എല്ലാ പ്രവൃത്തികളും എന്താവണം, ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് അനവധി കാലം നിലനിൽക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് നമ്മുടെ മനസ്സിൽ ആ ചിന്ത വേണമെന്നാണ് ഇവിടെ എന്ത് അവിട്ടം നക്ഷത്രം നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ഇവരൊക്കെ ഈ കാണുന്ന ആൾക്കാരൊക്കെ നന്നാവുന്ന ഈ ഗ്രാമത്തിന്റെ മുഴുവൻ രക്ഷകനായി ഈ വേട്ടേക്കരൻ ഇവിടെ ഉണ്ടാവും.
നിലനിൽക്കുന്ന തന്നെയാണ് ആ അവിട്ട നക്ഷത്രത്തിന്റെ ഇതിനെ. പിന്നെ അവിട്ടത്തിന് നക്ഷത്ര ദേവത വസുക്കളാണ്, അഷ്ടവസുക്കൾ എന്നാ പറയുക. നിങ്ങളുടെയൊക്കെ ചില കളരികളിലൊക്കെ ഈ അഷ്ടവസുക്കളുടെ സങ്കല്പമുണ്ട്. ചില കളരികളിലൊക്കെ ഒരു കല്ല്. ആ അഷ്ടവസുക്കള് പ്രതിനിധാനം ചെയ്യുന്നത് അണിമാദികളായ അഷ്ട ഐശ്വര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് തൊഴുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് അഭീഷ്ടങ്ങളായ കാര്യങ്ങൾ സിദ്ധിക്കുമെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതാണ് എന്നൊരർത്ഥം. പിന്നെ ഈ അവിട്ടം ഏത് കൂറ? ഇപ്പൊ ഏത് കൂറാണെങ്കിലും അവിട്ടത്തിന്റെ ആ നക്ഷത്രത്തിന്റെ രാശിയാധിപൻ ശനിയാണ്. ആ ശനി ഇവിടെ പ്രശ്നാരൂഢത്തിന് 4 നിൽക്കുക. അയ്യപ്പനെ എഴുതി തള്ളാനായിട്ടില്ല. അനവധി കാലത്തെ ഭജനയിലൂടെ ചൈതന്യത്തിന്റെ ഒരു സ്പർശം അയ്യപ്പനുണ്ടെന്നും അതിനെ നമ്മൾ ഒരു ഭജനാരൂപത്തിൽ എങ്കിലും ആചരിക്കേണ്ടതാണെന്നാണ് ഈ അവിട്ട നക്ഷത്രത്തിന്റെ മകരക്കൂറിന്റെ ഫലം. സത്വാധിക കാവ്യകൾ അപ്പൊ ഭാവിയില് ക്ഷേത്ര നിർമ്മാണം വേണ്ട, ഒരു സങ്കല്പം വേണമെന്നും ഈ ദേവന്റെ ശ്രീകോവില് ഒരു ചെറിയ ദ്വാരം, ഒരു സൂചിപ്പഴുതുണ്ടാക്കി സൂര്യപ്രകാശവും മഴ വെള്ളവും ദേവന്റെ ബിംബത്തിൽ സ്പർശിക്കുന്ന രൂപത്തിൽ നമ്മൾ താഴേക്കുളം അറിയാലോ മാറ്റിയാണ് വേണ്ടത്. തത്വശാസ്ത്രജ്ഞൻ എന്താ വേണ്ടിച്ചാൽ അത് പ്രകാരം നമുക്ക് ചെയ്യണം. ഒരു കമ്പി മാതിരി വെക്കും. അപ്പൊ പൂജയിലേക്ക് വെള്ളമൊന്നും തെറിക്കില്ല, പക്ഷെ ദേവന് അങ്ങനെയാണ് വേണ്ടതെന്നും കൂടി ഒരു ഫലം അതിൽ വന്നു. പിന്നെ അവിട്ടം, പിന്നെ അവിട്ട നക്ഷത്രത്തിന്റെ വൃക്ഷം ഉണ്ടല്ലോ അല്ലേ? ശരിക്കും ഈ അവിട്ട നക്ഷത്രത്തിന്റെ വൃക്ഷം ശരിക്കും അവിട്ടത്തിന്റെ ഇവിടെ അല്ലേ വേണ്ടത്? എനിക്ക് ഇവിടെ ആയിരുന്നു വേണ്ടത്. അപ്പൊ നമുക്കിനി വേണമെങ്കിൽ അവിടെ നിന്ന് വെക്കാം. പനഞ്ചി എന്നല്ലേ പറയാ? ഇവിടെ എന്താ പേര്? വന്നി. അതെ, അഗ്നിയല്ലേ? അഗ്നിയാണല്ലോ, വന്നിയാണല്ലോ അഗ്നിയല്ലേ? ഒരു വരം വയ്ക്കാം, ഇവിടെ വയ്ക്കും. മകരൻ രാശിയിലൊന്ന് വെച്ചോളൂ. എന്നിട്ട് എന്ത് ചെയ്യാ? ആ വൃക്ഷത്തിന്റെ പ്രാതിനിധ്യം ഉള്ള നക്ഷത്രക്കാർ വരുമ്പോ അതിന് തൊഴുതോളോ, തെറ്റൊന്നുമില്ല. എന്താണ് ഇതിന്റെ സ്മരണ? വാസ്തുഹോമത്തിന് ഈ വന്നിച്ചമതുണ്ട്. രാശിച്ചമത, വന്നിച്ചമത, പേരാലിൻ ചമത. മൃത്യുജീഹോമത്തിലുള്ള പേരാലിന്റെ ചമതുണ്ട് ഇവിടെ. പേരാലിന്റെ ഇവിടെ മകം വൃക്ഷത്താണല്ലോ. അപ്പൊ അവിട്ടംകാര് വരുമ്പോ തൊഴുക, ചതയക്കാര് വരുമ്പോ തൊഴുക അല്ലേ? കടമ്പ, നീലക്കടമ്പ ഇവിടെ കടമ്പുണ്ടല്ലോ അല്ലേ? അപൂർവ മരല്ലേ? അപ്പൊ പരമാവധി നമ്മൾ അതിനൊക്കെ ഒന്ന് നിലനിർത്തി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്, ആദ്യം ഗ്രാമത്തിന്, ലോകത്തിന് ശാശ്വതമായ ശാന്തി, സമാധാനവും, സമ്പർക്കവും, ദീർഘായുസ്സും ഒക്കെ ഉണ്ടാവും. ഇവിടെ വന്ന് 10 മിനിറ്റ് വരെ ഇരിക്കുക. പിന്നെ ശിവനെ നമ്മൾ ഇന്നലെ പറഞ്ഞു, ശിവനെ ഇങ്ങനെ വന്നിട്ടും ഇങ്ങനെ വന്ന് പോണ്ട, ഒന്ന് തൊഴുത്. അത് അമ്പലം തുറന്ന് അടച്ചെങ്കിലും കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് നടപ്പരൊക്കെ ഒന്ന് ശരിയാക്കണം. ഇത് ശരിക്കുള്ള നടപ്പരല്ല, ഒരു നടപ്പര രൂപമൊക്കെ ആക്കി കുറച്ചു നേരമൊക്കെ ഇവിടെ വർത്താനം പറഞ്ഞിരുന്ന് ഒരു ദിവസത്തേക്കുള്ള എനർജി കൊണ്ട് നമുക്ക് ഇവിടെ തിരിച്ചു പോകാം കേട്ടോ. അതിനുള്ള സംവിധാനം ഈ കോൺക്രീറ്റ് കൊട്ടാരത്തിനുള്ളിൽ ധ്യാനിക്കുന്നേക്കാൾ നല്ലത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം ജപിച്ചോളൂ. ഇനി പാട്ടുപാടിയൊന്നും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വെച്ചാൽ ഭജിക്കാം. പിന്നെ ഏതാ നക്ഷത്ര വൃക്ഷങ്ങളെന്നൊക്കെ എല്ലാവരും ചോദിച്ചു മനസ്സിലാക്കുക. ഇതാ നിങ്ങളുടെ അടുത്ത തലമുറ ചോദിച്ചു പിടിക്കുന്നു. ഏതാ പണിക്കരുട്ടി, എന്റെ നക്ഷത്രം തിരുവോണാണ്, ഏതാണെന്ന് ചോദിച്ചോളൂ. കാശൊന്നും കൊടുക്കണ്ട കേട്ടാ. അപ്പൊ അദ്ദേഹം പറഞ്ഞുതരും. അദ്ദേഹം കുട്ടിയല്ലേ? അദ്ദേഹം കുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ലേ? അദ്ദേഹം ഇങ്ങനെ അല്ലല്ല, അങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല മാഷെ. മാഷ ഒരിക്കലും അങ്ങനെ പറയരുത്. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയല്ലേ? അദ്ദേഹം വിദ്യാർത്ഥിയാണ്. ഈസ് മൈ സ്റ്റുഡന്റ്. അല്ലല്ല, അത്തരം പരാമർശമൊന്നും പാടില്ല. പാടില്ല. നോട്ട് ഇസ് നോട്ട് ഗ്രാജുവേറ്റ്. ഹീസ് എ സ്റ്റുഡന്റ്, ഹീസ് എ ഗ്രാജുവേറ്റ്, ഹീസ് എ സ്റ്റുഡന്റ്. അദ്ദേഹം പഠിക്കുക, എന്റെ സ്റ്റുഡന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം. ഇതിന്റെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോ നമുക്ക് ചോദിക്കാം അടുത്ത തലമുറയിലേക്ക്. ഇപ്പൊ ഉണ്ണിരാമണിക്കരുടെ തലമുറയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത തലമുറയിൽ ഇരിക്കുന്ന ആൾ അദ്ദേഹം. ഇനി ഇദ്ദേഹത്തിന്റെ അടുത്ത തലമുറ ഉണ്ടാവും. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് വൃക്ഷം? അതേപോലെ മുഹൂർത്തങ്ങളും നല്ല പ്രാധാന്യം കൊടുക്കും. ഇൻസ്റ്റന്റ് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് എന്തില് പഞ്ചാംഗങ്ങൾ ഈ ഇതിലൊക്കെ. അതൊന്നും നോക്കരുത്. നമുക്കത് മാനുവലായിട്ട് തന്നെ ഇന്നിപ്പോ ഫോണൊക്കെ ഉണ്ടല്ലോ, ചോദിച്ച് സംസാരിച്ച് അതിന് ഇത് തരും.
അഭിജിത്ത് മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞിട്ടേ അല്ല ഇതൊക്കെ ഉണ്ട്. ഈ മാധ്യമങ്ങളിൽ മുഹൂർത്തത്തിന്റെ പിന്നാലെയും പൊരുത്തങ്ങളുടെ പിന്നാലെയും പഞ്ചാംഗങ്ങളിൽ ഇൻസ്റ്റന്റ് ഇതിന്റെ മുകളിൽ പോരുത്. ചോദിക്കുക, മനസ്സിലാക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ നിങ്ങളും പഠിക്കുകയാണ് കൂട്ടത്തിൽ. ചിലര് പറയും ഞങ്ങൾ അല്ലല്ല എന്റെ മകളുടെ കല്യാണത്തിന് 10 പൊരുത്തമുണ്ടെന്നാണ്. ഉണ്ടാവില്ലേ? അതുണ്ടാവില്ല. അപ്പോ അതാത് നക്ഷത്ര വൃക്ഷങ്ങളെ വന്ദിക്കുക. പിന്നെ അതിന്റെ പോഷണത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ നന്മ നക്ഷത്ര ദിവസമോ പിറന്നാൾ ദിവസമൊക്കെ കുട്ടികളുടെ ദിവസമൊക്കെ ഇതേന്ന് പുറത്ത് അപ്പൊ പ്രദക്ഷിണ വഴി വരണേ. അതിന്റെ അടുത്തേക്ക് പോകുന്നു വേണ്ട കേട്ടോ. ദൃഷ്ട മാത്രമേ കണ്ടാ മതി. ചെറിയ അതിന്റെ അടിയിൽ മണ്ണൊക്കെ ഇട്ട് ശരിയാക്കുക. ആ മരത്തിന്റെ കാറ്റ് തട്ടുക. അതിനെ ഉദ്ദേശിക്കുന്നത് പ്രദക്ഷിണം കാറ്റ് തട്ടല്ലേ. ഇപ്പൊ ആടിനെ പ്രദക്ഷിണം ചെയ്യുന്നത് എന്താ അറിയോ? ആടിനെ 7 പ്രദക്ഷിണം ചെയ്യുമ്പോഴത്തേക്കും ഇയാൾക്ക് അത്യാവശ്യമുള്ള ഓക്സിജൻ ഇയാളുടെ ശ്വാസകോശത്തേക്ക് കയറണ്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിലാണ് പെയിന്റ് അടിച്ചു വെക്കാം. ബർജർ അന്ന് രാത്രി കിടന്നുറങ്ങുക. എന്താ കാരണം? ഇത് മൂക്ക് കൂടെ കയറിയിട്ട് കിടന്നുറങ്ങില്ല. അപ്പൊ വായു അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളതായിട്ട് ഉറപ്പ്. ഈച്ചപ്പൊടി ഇട്ട് നോക്കും. ഈച്ചപ്പൊടി മൂക്കൂടെ കയറിയിട്ട് നമ്മൾക്ക് ശ്വാസം മുട്ടില്ലേ? പക്ഷെ ആലിൽ നിന്ന് വരുന്ന ഈച്ചപ്പൊടി നമ്മളറിയാതെ ഓക്സിജൻ പോവുകയാണ്. അത് കയറുന്നുണ്ട്. ക്ലീനിങ് വരികയാണ്. മുള ചില്ല വേണോ? പുളി, മുള ഇതിൻ്റെയൊക്കെ ഇലകൾക്ക് അസാധ്യമായ ഔഷധശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞാൽ ഇവിടെ നിർത്തി ഔട്ട നക്ഷത്രം. ഇവിടെ പ്രതിഷ്ഠാ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം തന്നെയല്ലേ? എന്താ ഞായറും മറ്റ് ശുഭവാരങ്ങളും പറ്റുന്നു. ഞായർ വന്നോണ്ട് പ്രത്യേകിച്ച് വരും തോന്നുന്ന വീണ്ടും വരികയാണ്. ഞാൻ മകനൊന്നല്ല, ഞാൻ സാക്ഷാൽ ശിവൻ തന്നെയാണ്. അത് വന്നില്ല. ആത്മജ്ഞാനി സദാശൂര വൈദിക പ്രിയദർശന അല്ലേ? അങ്ങനല്ലേ? ആത്മജ്ഞാനികളായി ഇവിടെ നമുക്ക് നല്ല വേദാന്ത ക്ലാസ്സോ ഗീതാ ക്ലാസ്സോ ഒക്കെ നടത്താട്ടോ. ഒരു ആധ്യാത്മിക ക്ലാസ്സൊക്കെ നടത്തുക അടുത്ത തലമുറയിലേക്ക്. ഒരു നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ടാകാതെ മാതൃസമിതി ഏൽപ്പിക്കും. മാതൃസമിതിക്കാർക്ക് എന്തെങ്കിലും പണി വേണ്ടേ അല്ലേ? അവർ വെറും കൈകൊട്ടികളി കൊണ്ട് മാത്രം നടക്കണ്ട. അവർ പഠിച്ച് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ ഞാനൊരു 4-5 ദിവസം മുമ്പേ ഒരു 83 വയസ്സായ ഒരു സ്ത്രീയോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ രാമായണം വായിക്കാൻ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. രാമായണത്തിലെ സുന്ദരകാന്ഡം മലയാളം അവർക്ക് ബൈഹാർട്ടാണ്. 8ാം ക്ലാസ് വരെ അവർ പഠിച്ചിട്ടുള്ളൂ. 8ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ സുന്ദരകാന്ഡത്തിലെ സർവ്വ ശ്ലോകങ്ങളും ബൈഹാർട്ടാണ് എന്ന് ആക്കണമെങ്കിൽ ഒരു പ്രയത്നം എത്ര ഉണ്ടാവും? അത്ര വിഷമമുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ആധ്യാത്മിക ക്ലാസ് നമ്മൾ മാതൃസമിതിക്കാൻ കൊടുക്കുക. എന്നിട്ട് അവർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഗീതയും പിന്നെ ഉപനിഷത്തൊക്കെ പിന്നെ മതി. നമുക്ക് ഏറ്റവും ലളിതമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്ത്? വൈകുന്നേരത്ത് കുട്ടികളെ എങ്ങനെ സന്ധ്യാവന്തനം ചെയ്യിക്കാം, കാലത്ത് കുളി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്നിട്ട് രണ്ടാമത് കരിക്കുലൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ തരാം. എന്നിട്ട് എന്ത് ചെയ്യാം? നക്ഷത്രങ്ങൾ, ഈ പറഞ്ഞ മാതിരി വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, അതൊക്കെ അതിനുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. അത് പഠിപ്പിക്കുക. പിന്നെ മുമ്പൊക്കെ കുട്ടികൾ പഠിപ്പിക്കാൻ നീതിസാരം പ്രവീക്ഷ്യാമി. നീതിസാരം ചെറിയൊരു ബുക്കിലെറ്റ് ശ്രീനാരായണ ബുക്ക് സ്റ്റാളിൽ കിട്ടും. 10 റുപ്യേന് വിലയുള്ളൂ. അത് സർവശാസ്ത്ര സമാഹൃത, എല്ലാ ശാസ്ത്രത്തിൻ്റെയും ടാബ്ലറ്റ്സ് ആണ്. അതൊരു പുസ്തകം വാങ്ങിക്കുക. അതിൻ്റെ കൂടെ സംസ്കൃതമൊക്കെ അറിയുന്ന ടീച്ചർമാരുണ്ടെങ്കിൽ കുറച്ച് സംസ്കൃതത്തിന്റെ പ്രാഥമിക വശങ്ങൾ, ഇപ്പൊ വിഭക്തി, അവര് ചെറിയ അതിനൊന്നും ഫീസ് മേടിക്കരുത്. എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങളുടെ പിന്നെ മാതൃസമിതിയിൽ സംസ്കൃതം ടീച്ചർമാരോ സംസ്കൃതം പഠിക്കാത്തവരോ ഉണ്ടെങ്കിൽ സംസ്കൃതം അറിയാൻ ടീച്ചറാവണമെന്നൊന്നുമില്ലേ. സംസ്കൃതം MA BA ഒക്കെ പാസ്സായി +2 വരെ പാസ്സായി ആൾക്കടക്കം അത് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഹിന്ദി ആയിരുന്നു എന്ന് പറഞ്ഞു. ഹിന്ദിയാന്നേ പറഞ്ഞു. അതെ, അപ്പൊ ഹിന്ദി ആയിക്കോട്ടെ. അപ്പൊ സംസ്കൃതത്തിന് ബേസിക് ആണല്ലോ. ഇപ്പൊ വയസ്സായിരുന്നു വിളിക്കണ്ടേ? ഇപ്പൊ ചെറുപ്പക്കാരുടെ MA സംസ്കൃതക്കാരൊക്കെ ഉണ്ടാവില്ലേ? ഇവിടെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ സംസ്കൃതത്തിന്റെ ഒരു ബാലപാഠം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് എന്നിട്ട് ഗീതയൊക്കെ പഠിക്കാൻ പാടില്ല. അല്ലാതെ പിന്നെ BA എക്കണോമിക്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഗീതാ ക്ലാസ് പോയിരുന്നിട്ട് ഉറക്കം നോക്കിയിട്ട് ഒരു ചുക്കും തലയിൽ കയറില്ല.
ശ്ലോകം ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല. അതെന്താന്ന് മനസ്സിലാവണ്ടേ? എന്താന്ന് മനസ്സിലാവണ്ടേ? ഈ പറയണവനെ അന്തം ഉണ്ടാവില്ല. ഞാൻ 7ാം ക്ലാസ്സിൽ ആദ്യം ഗീത പഠിച്ചിട്ട് അറിയില്ല അതിന്റെ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്. അപ്പൊ പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ അർത്ഥം മനസ്സിലായി. അപ്പൊ സംസ്കൃതം നമ്മുടെ ഭാഷയാണ്. അപ്പൊ സംസ്കൃതത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ നല്ല ശാസ്ത്രേ തുഭ്യം നമോ നമ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അപ്പൊ വിഭക്തി ഒരു ശ്ലോകം കൊണ്ടാണ് മേൽപ്പത്തൊരു വിഭക്തി പിടിച്ചത്. കൃഷ്ണോ രക്ഷതുമാം ചരാചര ഗുരു കൃഷ്ണൻ നമസ്. ഹേ കൃഷ്ണതുഭ്യം നമ. അങ്ങനെ പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക? പറഞ്ഞ പുരാണങ്ങളിൽ രാമായണ പുരാണം ഭക്തിയാ യുക്തിയാ വിഭക്തിയാചാ ജ്ഞേയം രാമായണം സുഹൃത്തുന്ന കുടുംബത്തിലെ പിന്നെ സംവിധാനങ്ങളെ എത്രയധികം പരാമർശിക്കപ്പെട്ടുള്ള മറ്റൊരു ഗ്രന്ഥവും ലോക ചരിത്രത്തിലില്ല. എന്താ കാരണം അറിയോ? തനിക്ക് കിട്ടിയ രാജാധികാരത്തിന് അമ്മ മക്കൾ തമ്മിൽ പോരടിപ്പിച്ചു. ഒരമ്മ. മറ്റേ അമ്മ എന്ത് ചെയ്തു? അവരെ ഒന്നാക്കാൻ ശ്രമിച്ചു. ഒറ്റയ്ക്ക് പോരരുത്, രാമനെ പറഞ്ഞത് നീയും ചെല്ലടാ കൂടെ. ഏതെങ്കിലും അമ്മമാര് പറയാം നീ പണ്ടാന്നേ പറയുള്ളൂ. പിന്നെ തനിക്ക് കിട്ടിയ പിന്നെ ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനം ഏട്ടനെ കിട്ടാത്ത എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഏട്ടന്റെ ചെരുപ്പ് കൊണ്ടുവന്ന് രാജധാനിയിൽ എന്താണ് സിംഹാസനത്തിലിരുത്തി പൂജ നടത്തിയ അനിയൻ ചരിത്രത്തിൽ ഭരതൻ മാത്രമേ ഉള്ളൂ. ഇല്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന തർക്കങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക ഉദാഹരണങ്ങളായിട്ട് എടുത്ത് ലക്ഷ്മണോപദേശം, ക്രിയാമാർഗോപദേശം, ഇതൊക്കെ ജീവിതത്തിലെ തെറ്റുകൾ വരാതിരിക്കാൻ ശ്രമിക്കും. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവരെ ഏൽപ്പിക്കണം. നമുക്കൊരു സംസ്കൃത ടീച്ചർ വേണം കേട്ടോ. ടീച്ചറോ മാഷ ആരാണൊക്കെ ആവാം. ഹിന്ദിയൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചോളൂ. ഇംഗ്ലീഷ് പിന്നെ നാട്ടുകൂടെ പോയി ആദ്യം പഠിച്ചോളൂ. തമിഴ് ഇവിടുന്ന് പാലക്കാട് പോയി പഠിക്കാം അല്ലേ? അപ്പോൾ ഇതിന്റെ ഭാഗമാണത്. നമ്മളെ സംസ്കൃത പ്രതിഷ്ഠാനം എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സൊന്നും വേണ്ടാന്നേ. നിങ്ങളിത് പറയണത് എന്താന്ന് മനസ്സിലാവുക. ഇപ്പൊ നാരായണീയ പാരായണം, കുറച്ച് സംസ്കൃതം പഠിച്ചവർ നാരായണീയം വായിക്കുന്നതും സംസ്കൃതം പഠിക്കാത്തവർ വായിക്കണതും ചിലപ്പോൾ അർത്ഥത്തിന് മാറ്റം. ഇവിടെ നാരായണീയ ഉണ്ടാ അമ്മമാര്? നാരായണീയ ഉണ്ടാ? പാരായണം ഉണ്ടാ? പുസ്തകം അല്ല വായിക്കണട്ടോ. നാരായണീയ ഒരു മാസത്തിലൊരിക്കൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം. അല്ലല്ല അത് നിങ്ങൾക്ക് ഒരാൾക്ക് വായിക്കാൻ അറിയാം, മറ്റൊരു പുസ്തകം നോക്കിയിരുന്നാൽ ഈശ്വരാധീനം വർദ്ധിക്കും. ലളിത അപ്പൊ ലളിതയുടെ കാര്യം പറയാം. ലളിതാശ്രാമം 1000 നാമം. ഇന്നലെ ഞാൻ പറഞ്ഞു 2 ആള് 10 ആള് 10,000 10 പ്രാവശ്യം 1,00,000. നിങ്ങൾക്കൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൺസിനെ കൊണ്ടുവന്ന് ലക്ഷാർത്ഥന ചെയ്ത ഫലം അതിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നാരായണീയം വരട്ടെ. പിന്നെ ഈ ക്ലാസ് എന്താ നിങ്ങളോടൊക്കെ വലിയ ആൾക്കാരുണ്ട്, രവിയേട്ടനോടൊക്കെ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം അറിയാം? ഒരു ക്ലാസ് വേണം. എന്തിന്റെ ക്ലാസ്? അതിന്റെ കരിക്കുലം അവർ നിശ്ചയിക്കും. ആര്? അമ്മമാര് നിശ്ചയിക്കും. നമ്മുടെ അടുത്ത തലമുറയിലെ കുട്ടികളെ ഇന്നത് പഠിപ്പിക്കണം. അവർക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കട്ടെ. ഇഷ്ടമുള്ളത് പഠിക്കട്ടെ, ആവശ്യം പഠിക്കട്ടെ. അപ്പോഴാണ് നമ്മളെ ഈ കൾച്ചറിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ നാലുപുറത്തും കാണുന്ന എന്ത് വറക്കുകയും പൊരിക്കുകയും ചെയ്യുന്ന കൾച്ചറില്ലേ, ഈ തൂക്കിയിട്ടുള്ളൊക്കെ ഇല്ലേ, അതിലേക്ക് മാത്രം കുട്ടികൾ പോകും. ഭക്ഷണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ശിവാലയങ്ങളിൽ മാത്രമല്ല, ശിവനുമായി ബന്ധപ്പെട്ട കുറച്ച് വ്രതങ്ങളിൽ നമ്മൾ പരാമർശിക്കപ്പെടാത്തൊരു ഇതാണ് തിരുവാതിര വ്രതം. ആതിരാവ്രതം, ആതിരാദർശനം, ആതിരാജാഗരണം. തിരുവാതിരയായിട്ട് ബന്ധം. ധനുമാസത്തിലാണ് തിരുവാതിര. ധനുമാസം എന്നറിയണ്ടേ കുട്ടിക്ക്? ധനുമാസം ഏതാണെന്ന് കുട്ടിക്ക് അറിയണേ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ 7 ദിവസം മുമ്പ് ഫിസിക്കൽ ഫിറ്റ്നസ് തുടങ്ങുകയാണ്. ആദ്യത്തെ ദിവസം ആങ്ങളമാർ ഉണരുന്നതിന്റെ മുമ്പ് കുളിക്കണം എന്നാണ്. ഇപ്പൊ മുങ്ങി കുളിക്കാൻ പറ്റില്ല, കുളിമുറി കുളിക്കാനാണ്. 2ാമത്തെ ദിവസം രോഗം കാണുന്നതിന് മുമ്പ് കുളിക്കണം. 7 ദിവസം കുളിച്ച് തുടിച്ചു പാടാൻ കൊളല്ലിയപ്പോ. ഇനിയിപ്പോ അഥവാ കുളിക്കാൻ പോയി ആരെങ്കിലും മൊബൈലോട്ട് പിന്നാലെ വരും. അപ്പൊ അതും വേണ്ട. കുളിമുറിയിൽ നിന്ന് കുളിക്കുക. കുളിമുറിയിലും രക്ഷയില്ലപ്പോ. അവിടെ കൊണ്ടാക്കിയിട്ട് ചില വീരന്മാര് ക്യാമറൊക്കെ. അപ്പൊ കുളിമുറിയിൽ നിന്ന് കുളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പരമേശ്വരന്റെ സ്തുതിഗീതങ്ങൾ പാടുക. അത് കഴിഞ്ഞിട്ട് ജാഗരണം. തിരുവാതിര രാത്രി വരുന്ന ദിവസം ഉറക്കൊഴിക്കുക. പിറ്റേ ദിവസം ദർശനം ചെയ്യുക, വ്രതം എടുക്കുക. അവിടെയാണ് എൻ്റെ പ്രത്യേകത. ഈ കുളിയും ഈ വ്രതവും, കുളിയില് പറയാറുണ്ട് തുടിച്ചു കൊട്ടണമെന്ന, തുടിച്ചു പാടണം. എങ്ങനെയാണ്? അരയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട്, അതിന് പ്രമാണം കിട്ടാം. അരയ്ക്ക് പുക്കിളിന്റെ മേലെയുള്ള വെള്ളത്തിൽ ഇറങ്ങി 7 ദിവസം നിന്ന് കൈകൊണ്ട് തുടിച്ച് ജലതരംഗത്തിന്റെ ശബ്ദമുണ്ടാക്കി ഗണപതി മുതൽ സരസ്വതി, ശ്രീകൃഷ്ണൻ, ശിവൻ, പാർവതിയുടെ പദങ്ങൾ പാടി
വേർക്കും വരും. അങ്ങനെ 7 ദിവസം ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് മധ്യഭാഗത്തിൻ്റെ താഴേക്ക് വരുന്ന അവയവങ്ങൾക്ക് പുഷ്ടി കൊടുക്കുന്ന ഒരു എക്സസൈസ് നമ്പർ 1. വ്രതം എന്താണ് ചെയ്യുന്നത്? ഈ വ്രതത്തിന് ഉപയോഗിക്കുന്ന കൂവ മുതലായ എന്താ വെച്ചാൽ അത് ഇവിടെ തൃശ്ശൂർ കിട്ടാത്ത ഒരു സാധനമില്ല. പിന്നെ തിരുവമ്പാടി അമ്പലത്തിന്റെ മുമ്പിൽ തിരുവാതിര 2 ദിവസം ഞാൻ കൂവയ്ക്ക് വിരയിച്ചപ്പോൾ പറഞ്ഞു എന്താ ഈ ഒരു പൊതി എടുത്താൽ 100 രൂപയാണ് പറഞ്ഞു. നിൽക്കാൻ മേടിച്ചു. അപ്പൊ കൂവ, ഒഴുക്ക്, പിന്നെ ചില എട്ടങ്ങാടി എന്തൊക്കെ ഉണ്ട് സാധനങ്ങൾ, അതൊക്കെ ശരിക്കും ജൈവമായ വസ്തുക്കളാണെന്നും അത് കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലാത്ത നാരുകളാണെന്നും അത് മാത്രം ഭക്ഷിച്ച് ഇളനീര് കുടിച്ച് ഉറക്കൊഴിച്ച് ഒരു വർഷത്തേക്കുള്ള മാനസികവും ശാരീരിക ഫിറ്റ്നസ് ഇതിൽ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഉണ്ടാകാവുന്ന, ആസ്പത്രിക്കാർക്ക് കാശ് കിട്ടാവുന്ന ചില റിമൂവലുണ്ട് ഇല്ലേ? അതുകൊണ്ട് ഇതിന് ആവശ്യം എത്ര കുട്ടികളാ ചോദിക്കാം, എത്ര കുട്ടികളാ, ഇപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊരു വലിയ സർജറി. അത് ഉണ്ടാവാതിരിക്കാൻ ചില കാര്യങ്ങൾ ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ വരുന്നുണ്ട്. ഇനി കുറച്ചങ്ങോട്ട് ചെന്നാൽ വരുന്ന കാർബോഹൈഡ്രേറ്റ്സ് കൂടി വരുന്ന ജീവിതശൈലീ രോഗങ്ങളിൽ വ്രതത്തിനുള്ള പ്രാധാന്യം ഇന്നത്തെ മാതൃഭൂമിയിൽ ഒന്നുകൂടി മറച്ചു നോക്കിയാൽ കാണാം. ഒരു ഡോക്ടർ കൊടുത്തിട്ടുണ്ട്, ഭക്ഷണത്തിൽ ഇന്ന സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ, ആരെ പറഞ്ഞു, മാതൃഭൂമിയുടെ കാര്യമല്ലേ, ഒരു അരപ്പേജിലാണ് അതിന്റെ പരസ്യം. ഒരു കമ്പനിയുടെ പരസ്യമാണ്, ഹോർലിക്സിന്റെ പരസ്യ സംഭവം. പക്ഷെ അതിൽ ഇന്ന രീതിയിൽ നാരുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ അതാണ് വ്രതം. എന്ത് വ്രതത്തിന് മസാല ദോശ കഴിക്കാൻ പാടില്ല എന്നേ പറയുന്നേ. എന്താ കാരണം അറിയോ? അതിൽ കിഴങ്ങുണ്ട്, അത് മാംസ്യമാണ്. അന്നം മദ്യന്തു മാംസം രതിരവണരസം വിട്ടു വിറ്റെന്നുകാലേ സ്നാത്വ. അതാണ് അന്നം, കാർബോഹൈഡ്രേറ്റ്സ് പാടില്ല. മദ്യം ഒക്കെ പോലെ കാപ്പി അടക്കം പാടില്ല, ലഹരി പാടില്ല, കഫീൻ പാടില്ല, ആൽക്കഹോൾ പാടില്ല. മാംസം മീൻസ് പ്രോട്ടീൻ പാടില്ല. പ്രോട്ടീൻ അധികമായിട്ടല്ലേ പ്രശ്നമാക്കുന്നു. രതി എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് നല്ല ശുദ്ധാവണം. TV ഓൺ ചെയ്യാൻ പാടില്ല അർത്ഥം. ഇതിൽ നോക്കാൻ പാടില്ല, എന്തില് തോണ്ടാനും പാടില്ല. മദ്യന്തു മാംസം രതി ലവണം, ഉപ്പ് പാടില്ല. ഉപ്പ് അധികമായിട്ട് കുറച്ച് നോക്കില്ലേ ഇല്ലേ? നമുക്കൊക്കെ ഉണ്ട് ഉപ്പ് അധികമായി നോക്കൂ. ഉപ്പും പാടില്ല. രസം, പുളിപ്പ് പാടില്ല. വിട്ടു വിറ്റെന്നുകാലേ, അവിടെ ആ വിട്ടു എന്ന് പറയണത് കിടക്കയിൽ കിടക്കില്ല, അത്ര പായ വിരിച്ച് തലയണയില്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. വ്രതത്തിനെ വിട്ടു വിറ്റെന്നുകാലേ നന്നായി സ്നാത്വ, കുളിക്കണം. തിലാന്നം, ഒരു ദിവസം മുഴുവൻ എംപ്റ്റിയായ ഭക്ഷണം കഴിക്കാതെ വിശന്ന വയറിൻ്റെ ഉള്ളിലേക്ക് ആദ്യം തന്നെ ഏറ്റവും വലിയ ആന്റിബയോട്ടിക്കായ തിലം, എള്ള് കടിച്ചിറക്കണം അല്ലെ? എള്ളല്ലേ എടുക്കുക. തിലാന്നം. തുളസി സമമിതം, തുളസി ആന്റിബയോട്ടിക്കാണ്, കഫഹാരിയാണ്. പാരണം ചെയ്തെന്നാൽ പിന്നെ അതിന്റെ ഇതാണ് ഫലം പറയാ. അപ്പോൾ ആ വ്രതം ഒരിക്കലും ഈ സ്പിരിച്വൽ മാത്രമല്ല, അത് ഫിസിക്കലും കൂടിയാണ് എന്ന് കാണിക്കുക. തത്വം അതാണ്. ഇപ്പൊ 7 ദിവസത്തെ വ്രതം, സോമവാര വ്രതം, ഏകാദശി വ്രതം, പ്രദോഷ വ്രതം, തിരുവോണ വ്രതം എവിടെ എത്തി? അപ്പൊ അതിൻ്റെയൊക്കെ നോളേജ് കിട്ടാൻ ആഴ്ചയിലൊരിക്കൽ സമ്പൂർണ്ണ ഉപവാസം നടത്തിയിരുന്നതായ ഒരു വ്യക്തി ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. അവരന്ന് കഴിച്ചിരുന്നത് എന്തായിരുന്നു അറിയോ? ഒരു ഇളനീര് മാത്രം കഴിച്ച് ആഴ്ചയിലൊരിക്കൽ ജീവിച്ചിരുന്ന ഒരു മഹാവനിത നമ്മുടെ ലോകത്തുണ്ടായിരുന്നു. പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അവർക്ക് 66 വയസ്സ് വരെ ജീവിച്ച് അവർക്ക് ഒരു രോഗം ഉണ്ടായത് വരെ പറയുന്നത് കേട്ടില്ല. ആയിക്കൂടാ, പ്രദോഷവ്രതം ആവാം, സോമവാര വ്രതം. സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാന സോമവാരല്ലേ? തിങ്കളാഴ്ച ദിവസം കുളിച്ച് അമ്പലത്തിൽ വന്ന് ഭഗവാന്റെ, തിങ്കളാഴ്ച ഒരിക്കലും പറയും ഒരു നേരം ഭക്ഷണം കഴിക്കാം. എന്താ ഇപ്പോൾ ചോറന്നുണ്ടോളന്നുണ്ടാവും, പക്ഷെ പൊറാട്ട പാടില്ല എന്നുണ്ട്. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൊറാട്ടയും ഓട്ടോറിക്ഷയും കുറച്ച് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ. ഞങ്ങൾ കുടുങ്ങി, ഞാനും തിരുമേനിയൊക്കെ ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്ഥലത്ത് ചെന്നു. ഉച്ചയ്ക്ക് പൊറാട്ട കഴിക്കേണ്ടി വന്നു. കാരണം എന്താ അറിയോ? ഈ വർത്താനത്തിനിടയിൽ ലയിച്ചിട്ട് ഹോട്ടലിൽ ഭക്ഷണം കണ്ടുവരാൻ മറന്നു. അവരും മറന്നു, ഇവരും മറന്നു. മണി 3 പിന്നെ വണ്ടി എടുത്ത് ഓടി ചെന്നപ്പോൾ അവിടെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് ചെന്നപ്പോൾ പൊറോട്ടയും മറ്റേ പരത്തണ സാധനം ചപ്പാത്തിയും ഇത് അതെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ 2 ആളും ചപ്പാത്തി കഴിച്ചു. കൂടെ ഉണ്ടാകുന്ന ആൾക്കാർ ഇതിങ്ങനെ അങ്ങനെ അടിക്കുന്നുണ്ട്. പക്ഷെ വെജിറ്റബിൾ കറി കിട്ടി. അപ്പോൾ വളരെ സാത്വികമായ ആഹാരം, അധികം എരിവില്ലാതെ, പുളിയില്ലാതെ, മാംസ്യമില്ലാതെ കഴിക്കുക. അപ്പം അത്തരം കാര്യങ്ങൾക്ക് ഈ ദേവസങ്കേതം അതീവ ഫലപ്രദം. അതാണ് ഈ ത്രയോദശി എന്ന പദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ആന്തരിക അർത്ഥം. പ്രദോഷം ചെയ്യണോ തിങ്കളാഴ്ച ഒരിക്കൽ എടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതിനുള്ള നോളജ് മസ്റ്റ് ബി കം ഫ്രം
എവിടുന്നാണ് ഈ പ്രശ്നം കിട്ടിയത്. ആ ഇവരിൽ നിന്ന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കിട്ടണം. ഇനി ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ അവര് അറിയണവരോട് ചോദിക്കണം. ആര്? അവരുടെ മുത്തശ്ശിമാരോ അമ്മമാരോ ഉണ്ടെങ്കിൽ ചോദിക്കണം. അല്ലാതെ കോട്ടയത്ത് നിന്ന് വരുന്ന മാസികൾ നോക്കിയിട്ട് മന്ത്രം ചെല്ലാൻ നടക്കല്ല വേണ്ടത്. ഇപ്പൊ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ജ്യോതിഷമല്ല, ഈ കോട്ടയം മാസിക മഹാഭാരത പ്രസിദ്ധീകരണങ്ങളിലേ യൂട്യൂബിലുണ്ട്. എന്താണ് ഈ മന്ത്രം ജപിച്ചാൽ എന്താണ് ഭ്രാന്ത് പിടിക്കുന്നതാണ് നമ്മളതിന്റെ ഫലം. ഇന്നത് ചെയ്യരുത്. യൂട്യൂബ് കാണുന്നുണ്ടെങ്കിലൊന്നുമില്ല, കാണാം. പക്ഷെ ശരിയല്ലാത്ത കാര്യങ്ങളെ പിറകെ പോവാതിരിക്കാൻ എന്ത് ചെയ്യും? ഗൈഡൻസ് ഈ മാതൃസമിതി ആയിക്കോട്ടെ. ആ എല്ലാ അമ്മമാരും അമ്മച്ച പ്രസവിച്ചോളൊന്നും കേട്ടോ, സ്ത്രീകളാണ് അവിടെ മാതൃബന്ധം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കൂ. അതിനെക്കുറിച്ച് ഇനി ഞങ്ങൾ പറയില്ല. അവസാനിച്ചു. ഇത്ര യോജിച്ച് കഴിഞ്ഞു. പിന്നെ അടുത്തത് ഞായറാഴ്ച സൂര്യൻ വന്ന് മീനരാശിയിലാണ് വ്യാഴത്തിനോടും ബുധനോടും കൂടി നിൽക്കുന്നത്. ഈ ഒരു കാലത്ത് ഈ ബ്രാഹ്മണത്തിന്റെ ഗൃഹത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആചരിച്ചിരിക്കാം. നമുക്ക് ആ വിഷ്ണുവിന്റെ ആണ് ഇപ്പൊ നല്ല പറഞ്ഞു വെച്ചത്. വിഷ്ണുവിന്റെ ബന്ധവും പറഞ്ഞല്ലോ. വിഷ്ണുവിന്റെ ബന്ധം. പിന്നെ ഇവിടുത്തെ വെള്ളം എടുക്കുന്ന കിണർ ഇപ്പൊ ഏതാ? വെള്ളം എടുക്കുന്ന കിണർ ശുദ്ധമായിട്ട് പരിശോധിക്കണം. അധികാരം ആവശ്യമില്ല പോയി എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും പ്രാണികളൊക്കെ വന്ന് ചാടുന്നു നോക്കണം കേട്ടോ. വിലയൊക്കെ കിട്ടിയില്ലേ? എന്താണ് പുറത്ത് മറ്റാവശ്യങ്ങൾക്ക് എടുക്കുന്നു. അതങ്ങനെ ആയിക്കോട്ടെ. അതിനെടുത്തോളം എടുത്തോളൂ. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ വെള്ളം എടുത്താൽ മതി, മറ്റേ വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് വല്ല ജലനിർഗമനങ്ങൾ മുമ്പുണ്ടായിരുന്നു? ആ കല്ലിന്റെ ഉള്ളിൽ നിന്ന്, പാറയുടെ ഉള്ളിൽ നിന്ന് വല്ലതും വന്നിരുന്നു ഉണ്ടോന്നാണ് ഞങ്ങളിപ്പോ അവിടെ പറയണത്. ഉണ്ടോ സംശയം ഇല്ലേ? ആ ഒരു പരന്ന കല്ലുണ്ടല്ലോ പാറ, അതിന്റെ അടിയിൽ നിന്നൊന്നും വന്നിരുന്നില്ല അല്ലേ? ചിലപ്പോ വല്ല ഈ പാറ പൊട്ടിക്കണ്ടോ അവിടെ? അല്ല അല്ല, ആ പാറ കാര്യം പറഞ്ഞു. കിഴക്ക് ഭാഗത്തുള്ള പാറ. നോ ഞാൻ പറഞ്ഞത് ഈ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനം എന്ന് നമ്മൾ പറയുന്ന ആ സ്ഥലത്ത് ആ പാറയിൽ നിന്നും വെള്ളം വന്നിരുന്നു എന്നാ ചോദ്യം. ചന്ദ്രന്റെ ദൃഷ്ടി. പിന്നെ അതുമല്ല, ചന്ദ്രന്റെ ദൃഷ്ടിയല്ല. ഇവിടെ ഇപ്പൊ എന്താ നമ്മൾ കണ്ട്? സൂര്യനല്ലേ? ആ സൂര്യൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത്? മീനൻ രാശിയിൽ വ്യാഴത്തോടു കൂടി നവാംശകം. അന്നത്തെ ഭാര്യാവിഭൂഷാർത്ഥം അപാംനിധാനം. അപ്പൊ തന്നെ വെള്ള, അപ്പ എന്ന് പറഞ്ഞ വെള്ളാണ്. അതാവാം. ഒരു പക്ഷെ അവിടുന്ന് ഒരു ജലനിർഗമനം വന്നിരിക്കാം മുമ്പ്. അത് പിൽക്കാലത്ത് ബ്രേക്ക് ആയിട്ടുണ്ടാവും, ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. ഈ പാറ നമ്മൾ സംരക്ഷിക്കണം. ഇനി അതിമ്പോ ഒന്നും നമ്മൾ കത്തി വെക്കാൻ പാടില്ല കേട്ടോ. ഇനി എന്തെങ്കിലും അതിനോട് ബന്ധപ്പെടാത്ത വല്ല കാര്യങ്ങളും അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റുകയും വേണം. ഏത് നമ്മൾ പിന്നീട് വല്ലതും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലേ, പിന്നീട് ഇപ്പൊ എന്താ കൊണ്ടുവച്ചിട്ടുള്ള അവിടെ എന്താണ്? പിൻഭാഗം, പിൻഭാഗത്ത് ഗ്രില്ലുണ്ടോ? അത് വേണ്ടേ? നമ്മൾ ചവിട്ടാനൊന്നും പാടില്ലേ. ചവിട്ടാനോ കയറിയിരിക്കാനോ നായ കയറാനൊന്നും പാടില്ല. അത് പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുക. അപ്പൊ അവിടെ ഒരു പോയിന്റും കൂടി വരികയാണ്. അത് വ്യാഴത്തിനെ കൊണ്ട് എന്താ പറയണ്ടത്? അല്ലല്ല, മറ്റേ ഇതിൽ പറയണില്ലേ എന്താണ്? വൃക്ഷങ്ങളുടെ ഇതിലെന്താ പറയുന്നത്? അന്തസ്സാരാഞ്ജനേതിർഭകാൻ സൂര്യസൂനോ ക്ഷീരോഭേദം സ്തുഹിനകിരണ കണ്ടകാഢ്യാംശഭൗമ വാഗീശജ്ഞൗ സഫല വിഫല. വ്യാഴം സഫലത്തിന്റെയും ബുധൻ വിഫലത്തിന്റെയും കർത്തൃത്വം അല്ലേ? ആ, അപ്പൊ നമുക്ക് അതിനോട് ചേർന്ന ഒരു പ്രത്യേക അകലം പാലിച്ച് പ്രദക്ഷിണ വഴി വിട്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ പുന്നമരം വെച്ച് പിടിപ്പിക്കാം. അതിനൊരു ആൻസർ അതിന് കിട്ടി. എങ്ങനെ? ഈ പാറയുടെ റേഞ്ചിൽ പ്രദക്ഷിണ വഴി കഴിഞ്ഞ്, പ്രദക്ഷിണ വഴി വേണമെന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ് ആ ഒരു ഭാഗത്ത് ദോഷമല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പേസ് ഉണ്ടോ? ഞാൻ കണ്ടപ്പോ സ്പേസ് ഉണ്ട് അവിടെ. പുന്നക്കായ ഔഷധമരം കൂടിയാണത്. അല്ല, എന്നാലും ചോദ്യം ഉണ്ട്, അത് എവിടെ വെക്കാം? ഇനി ചിസിൽ അഥവാ ഉളി അല്ലെങ്കിൽ ഹാമർ ആ കല്ലുമ തൊടാൻ പാടില്ല. അത് അവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അത് കണ്ടിട്ട് തൊഴാം. എവിടെ? പിന്നേ അതൊരു സെൻട്രലിലേക്ക് അല്ലാതെ ആകെ വ്യാപ്തിയാണ്. അത് അതിന്റെ അടിയിലേക്ക് അനവധി ഉണ്ടാവും. അങ്ങനത്തെ ഒരു സങ്കേതം നോക്കി അവിടുത്തെ ജലം നോക്കിയിട്ടായിരിക്കാം ആ ആദ്യകാലത്തുള്ള സിദ്ധയോഗീശ്വരൻ
തന്റെ യാത്രയിൽ ആ പാറപ്പുറത്ത് വിശ്രമിച്ചിരിക്കാം. അദ്ദേഹം ഇരുന്നുണ്ടാവാം, അവിടെ ഇരുന്ന് ജപിച്ചിട്ടുണ്ടാവാം, അവിടെ ഇരുന്ന് മരുന്നുണ്ടാക്കിയിട്ടുണ്ടാവാം. ഒരു പക്ഷേ ഈ പുന്നക്കായ ഉണ്ടാവുന്ന മരുന്നാവും ചിലപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടാവേ. ഇത് മരുന്നുണ്ടല്ലോ, നമ്മൾ സിദ്ധവൈദ്യത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പൊ പുന്നക്കായ ഒരുപാട് സാധനങ്ങൾക്ക് പറയുന്നതാണല്ലോ. നിരവധി ഭൂതഗണങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളെന്ത് ചെയ്യാം, നവീകരണ കലശ സമയത്ത് ഈ പറഞ്ഞ സംഹാര തത്വത്തിന്റെ സമയത്ത് അവരെക്കെല്ലാം പ്രതിമയിലേക്ക് ആവാഹിച്ച് സ്വസ്ഥാനം പ്രതി ഉദ്ദേശിക്കുക. ഈ ഭൗതിക അവശിഷ്ടം നിങ്ങൾ സൂക്ഷിക്കുക. നമുക്ക് ഭാവിയിൽ ഒരു മ്യൂസിയം മാതിരിയൊക്കെ ഉണ്ടാക്കി അവിടെ നമുക്ക് ഇവിടെ അല്ല കേട്ടോ, പുറത്ത് സൂക്ഷിക്കാം. പിന്നെ കഴുത്ത് പോയ ബിംബങ്ങളും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. ഇത് പൂജിക്കേണ്ട സാധനങ്ങളല്ല. സാലഭഞ്ചികകളൊക്കെ ഉണ്ട്, കേട്ടിട്ടില്ല? സാലഭഞ്ചികകളുണ്ട്. പിന്നെ ഈ ഒരാൾക്ക് കയ്യിന് രോഗം വന്നാൽ അയാൾ കയ്യിന്റെ രൂപം എന്ത് ചെയ്യും? സമർപ്പിക്കും. ആളുരൂപം സമർപ്പിക്കും. എവിടെ ആ ആളുരൂപം സമർപ്പിക്കുന്ന രൂപങ്ങളാണത്. കാളയുടെ രൂപം കഴിഞ്ഞ ആഴ്ചയിലല്ലേ ഒറ്റപ്പാലത്ത് ഒരു പശുവിന്റെ രൂപം ഉണ്ട് ഒരു അമ്പലത്തില്. അമ്പലം ആരുടെയാണ്? അമ്പലം സുബ്രഹ്മണ്യന്റെ ആണ്. അപ്പൊ ഇവര് ധരിക്കുക എന്താ വെച്ചാൽ കാളയുടെ രൂപം ശിവനാണ്. സുബ്രഹ്മണ്യന്റെ ജ്യോത്സ്യന്മാര് തമ്മിൽ അടിയ തന്ത്രിമാര്. ഒരു തന്ത്രി പറഞ്ഞത് ശിവനാണ്, വേട്ടക്കാരനാണ്. ഒരു തന്ത്രി പറഞ്ഞത് സുബ്രഹ്മണ്യനെ മയിലേ കണ്ടത്. ഇത് രണ്ടുമല്ല. അപ്പൊ ഒരു മുത്തശ്ശി ബോംബെയിൽ നിന്ന് വന്നാണ്. അവര് പറഞ്ഞു എന്റെ മുത്തശ്ശിയമ്മ വലിയ അമ്മാമയും ഒരു പശുവിനെ വളർത്തിയിരുന്നു. ആ പശു യാദൃശ്യമായിട്ട് കയറ് കുടുങ്ങി ചത്തു. അപ്പൊ ആ പശുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഒരു പയ്യന്റെ രൂപം കൊണ്ടു വെച്ചതാണ് ഈ സാധനം. അത് ആൽത്തറയുടെ എടുത്തേക്കാൻ ഒരു കുഴപ്പമില്ല, നമുക്ക് വൃത്തിയായിട്ട് കഴുകാന്നേ ഉള്ളൂ. മണ്ണിന്റെ രൂപം. അപ്പൊ ഇത് ഈ സാലഭഞ്ചികളാണ്. വിളക്കുകൾ ഉണ്ടാവും ചിലപ്പോ. പിന്നെ ചില ആൾക്കാർക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗശാന്തിക്ക് വേണ്ടി പ്രതിമകൾ സമർപ്പിക്കും. അപ്പൊ ഇതിനൊക്കെ ശൈവവിഷ്ണുശക്തി ആവേഹനം നടത്തി ഇതിനെ നിങ്ങൾ കഴുകി വൃത്തിയാക്കി ഒരു ചില്ലിൽ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ വെച്ചോളൂ. ഇത് ഇവിടുന്ന് കിട്ടിയതാണ്, പുരാവസ്ഥയായിട്ട് വെക്കുക. നിയമപരമായിട്ട് അത് ചെയ്യണം. നിയമപരമായിട്ട് ഇതിലെ ഈ സാധനത്തിൽ റിസർച്ച് നടത്തുന്ന ആൾക്കാരുണ്ട്. എന്ത് അനുബന്ധം പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡാണല്ലോ അതോറിറ്റി. ഈ പുരാവസ്തു വകുപ്പിന് നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ റിപ്പോർട്ട് കൊടുത്തു. ദേവസ്വം ബോർഡ് അതിന് വഴങ്ങാൻ പോലും തയ്യാറാവില്ലല്ലോ. അപ്പൊ അതാണല്ലോ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞത്. അതാണ് ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം. അത് ഇത് നമ്മുടെ കാലപ്പഴക്കം നിശ്ചയിച്ച നമ്മുടെയൊക്കെ ക്ഷേത്രത്തിന്റെ വലിയ പാരമ്പര്യത്തിന്റെ ഒരു ഇതാണല്ലോ, തുടർച്ചയാണല്ലോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൊടുത്തിട്ട് പോലും ആ കത്ത് ഇപ്പോഴും അവിടെ നിൽക്കുക. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം. ചരിത്രം കേട്ടോ, പുസ്തകല്ലേ. ഏതാണ്ട് ചേരൻ ചെങ്കുട്ടവൻ എന്ന രാജാവ് ഈ പ്രദേശം അന്ന് തമിഴ്നാടും കൂടി ഭാഷാടിസ്ഥാനത്തിൽ വ്യത്യസ്തമല്ലാത്ത ഈ ഭാഗം ഭരിക്കുന്ന കാലം ഏതാണ്ട് 1200-ന്റെയും 1400-ന്റെയും വർഷങ്ങളുടെ ഇടയിലാണ്. ചേരൻ ചെങ്കുട്ടവൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രമൊക്കെ അതായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ കളിമൺ വിഗ്രഹങ്ങൾ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ഈ കാവുകളിൽ വെച്ച് പൂജ തുടങ്ങിയിരുന്നതും. ഈ നാട്ടുഭാഷ പറഞ്ഞ സമുദായം പറയില്ല, കുലാലൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം കുംഭം ഉണ്ടാക്കുന്നവൻ, കുടമുണ്ടാക്കുന്നവൻ, നാട്ടുഭാഷയിൽ കുംഭാരൻ. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയിൽ ചാത്തന്നൂർ ഭാഗത്ത് അവരിപ്പോഴും താമസിക്കുന്നുണ്ട്, കുംഭകാരന്മാരുണ്ട്. അപ്പൊ അവരാണ് ഈ രൂപങ്ങൾ ഉണ്ടാക്കിയുള്ളത്. അവരുടെ വരവ് ചേരൻ ചെങ്കുട്ടവന്റെ കാലഘട്ടത്തിലാണ് കേരളത്തിലേക്ക്. മനസ്സിലായോ? അപ്പൊ ഈ പ്രതിമയുടെ വയസ്സ് എത്രയാണ്? 1400-ന്റെയും 1200-ന്റെയും ഇടയിൽ പിടിച്ച 1300 കൊല്ലെങ്കിലും പഴക്കമുള്ള കല്ലപ്പയിരിക്കുന്നു. ഇത് പൂജിക്കേണ്ടതല്ല, ഇത് സമർപ്പണമാണ്. എന്റെ രൂപം എനിക്ക് അത് ഗുരുവായൂർ കണ്ടില്ലല്ലോ, പ്രതിമ സമർപ്പിക്കുക. എന്റെ രൂപം സ്വർണം കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ടാണെങ്കിൽ വെള്ളി കൊണ്ട്. ആ രൂപങ്ങളാണത്, ദേവബിംബങ്ങളല്ല. അപ്പൊ ഇതിലുള്ള ആ ആത്മാക്കളെയൊക്കെ ചൈതന്യങ്ങളൊക്കെ നമ്മൾ ആവാഹിച്ച് ശുദ്ധിയാക്കി കഴുകി വൃത്തിയാക്കി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഭദ്രമായി സൂക്ഷിക്കുക. അടുത്ത തലമുറ പഠിക്കട്ടെ. ഈ കട്ടകളെ, ഈ ചുടുകട്ടകളാണ് ഇത് ഓടാണേ. ഈ ഓടുകളിലൊക്കെ ഇതിൽ ചില കയ്യിന്റെയും കാലിന്റെയും പാത്രത്തിന്റെയും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട വേറൊരു സാധനമുണ്ട്. അത് പഠിക്കാം, അറിയാലോ. ഈ മനുഷ്യ ശരീരം കുടത്തിലാക്കി വെക്കുന്ന ചില സ്ഥലങ്ങൾ, നന്നങ്ങാടി എന്നൊക്കെ. അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് വെള്ളത്തിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യണം. ഇതല്ല. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെക്കണം. ഒരു കഷ്ണം പോലും മിസ്സാവരുത്. മറ്റത് അതിൻ്റെ ചൈതന്യത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ലേവെങ്കിൽ ലയിപ്പിക്കുക. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇനിയും കാണും കേട്ടോ, അന്നതായില്ലേ. ഇനി പോലെ കിടക്കട്ടെ. തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് അടുത്തുള്ള ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ഇതേമാതിരി എക്സ്കവേഷൻ നടക്കുമ്പോൾ ഒരു 8-9 കുടം കിട്ടി.
കുടം പേപ്പർ ഉണ്ടായിരുന്നു വടക്കാഞ്ചേരിയുടെ എരുമപ്പെട്ടിയുടെ ഇടയിലുള്ള സ്ഥലമാണ്. കുടം കിട്ടിയപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇതേമാതിരി പ്രദർശിപ്പിച്ചു. ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് വന്നു, അത് സീസ് ചെയ്ത ഉദ്യോഗസ്ഥന് അതിന്റെ 10% കിട്ടും ഉദ്യോഗസ്ഥന്മാർക്ക്. ഇതിപ്പോ സീസ് ചെയ്തതൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ആര് അധികാരികൾ തിരിഞ്ഞു നോക്കാത്തത്. ഇത് സ്വർണങ്ങളാണെങ്കിലോ, സ്വർണ്ണ കഷ്ണങ്ങളാണെങ്കിലോ ഇതിവിടെ ഇരിക്കുക. അത് മണ്ണായതുകൊണ്ട് ആവശ്യക്കാരില്ലാത്തതാണ്. നമുക്കത് ആവശ്യം. ഇതിലെ ഓരോ മണൽത്തരിയും നമുക്ക് ആവശ്യം. ഇനി നാരായണീയത്തിലേക്ക് പോവും. അക്രൂരൻ ഭഗവാനെ കാണാൻ ചെല്ലുമ്പോ അക്രൂരൻ എന്തിനാ അക്രൂരൻ വന്ന് കംസന്റെ ദൂതനായിട്ടാണ് വന്ന വഴിക്ക് എന്താ കണ്ടതറിയോ? അക്രൂരൻ പേരുന്നിറങ്ങി ഭഗവാൻ ഓടിക്കളിച്ച മണ്ണെടുത്ത് ശിരസിലിട്ടു എന്നാ കൊല്ലാമെന്ന ആളെ. അപ്പൊ ഇതിലെ ഓരോ കട്ടകളിലും അന്നത്തെ കുംഭാരനായ ശില്പിയുടെ കരവിരുതുള്ളതാണ്. ആ തലയുടെ രൂപം നിർത്തി കാണിച്ചു കൊടുത്താൽ എന്താ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ ക്ലേ മോഡലിംഗ് ഒക്കെ പറഞ്ഞിട്ടേ ഈ പറഞ്ഞ യൂട്യൂബില് എന്താ പറയാ എന്തായാലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കിയിട്ടാ കളിക്കുന്നത്, കളിമണ്ണല്ല. കണ്ടോ മുഖം കാണാല്ലേ, ഇത് പൊന്തിച്ച് കാണിച്ചോളൂ. കണ്ടോ ഒരു സ്ത്രീ രൂപമാണോ, തലവേലും മുടിക്കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ പരിപാവനമായിട്ട് നിങ്ങൾ സംരക്ഷിക്കും, പൂജിക്കൊന്നും വേണ്ട. കണ്ടിട്ട് അവിടെ നമ്മുടെ മ്യൂസിയത്തിൽ നമ്മുടെ ഇതിൽ വെച്ചോളൂ. നിങ്ങൾ സൗകര്യം കിട്ടുന്ന സമയത്ത് വാർഷികമായിട്ടൊക്കെ അത് പ്രദർശിപ്പിച്ചോളൂ. അത് തൊടാം, വിരോധമില്ല കേട്ടോ. അതുകൂടി പറയാം. ആനക്കരനാണ്. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചു, ഇവിടെ ആന പറ്റുമെന്ന്. ഇവിടെ ആന വേണമെന്ന് ഭഗവാൻ പറഞ്ഞു. നിങ്ങൾക്ക് 101 ആന വേണമെങ്കിൽ എഴുന്നള്ളിക്കാം, കാശുണ്ടെങ്കിൽ. ഒരു ദോഷമൊന്നും ഇല്ല എന്നുള്ളൊരു വലിയ കാര്യം. നിങ്ങൾ ഈ വന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ഒരു ദോഷവും ഇത് സംഭവിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ എങ്ങനെ വന്നാലും 2-3 ദോഷങ്ങളായിട്ട് സംഭവിക്കാറുണ്ട്. അപ്പൊ അത് ഏറ്റവും പ്രാഥമികമായി ചൂണ്ടിക്കാണിക്കുന്നത് വെച്ചാൽ അത്രയും ഒരു അതിവിശിഷ്ടമായ ഒരു ചൈതന്യ വിശേഷമാണ് ഈ സ്ഥലത്ത് നിലനിൽക്കുന്നതെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങളിപ്പോ ജ്യോത്സനെ കണ്ട് സമയം നോക്കില്ല, അവിടെ അദ്ദേഹം ഉണ്ടോന്ന് ചോദിച്ചു വന്നു മാത്രമല്ലേ ഉള്ളൂ. ആകസ്മികമായിട്ട് സംഭവിച്ചൊരു കാര്യം. അപ്പൊ അതിങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇവിടെയുള്ള ദേവ ചൈതന്യം അത്രയും പവർഫുൾ ആണെന്നുള്ളൊരു സൂചനയാണ്. അതായത് അവിടെ ആ ഭൂമിയിൽ നിലക്കുന്ന ചൈതന്യം അതൊരു സൂചനയും കൂടി ഉണ്ട്. നമ്മളാ മൂലസ്ഥാനം എന്നുള്ളത് ഇങ്ങനെ ഒരു രീതിയിലല്ല, കുറച്ചുകൂടി നന്നായി സംരക്ഷിക്കണം എന്നുള്ളൊരു സൂചനയും കൂടി ദേവൻ നമ്മൾക്ക് ഇത് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. അത്രയധികം പീഠം ഒരു പീഠത്തിന്റെ ദ്വാരം ഉണ്ടല്ലോ അവിടെ, അത് ശരിക്കും ജഡാണ് അല്ലേ? അങ്ങനെയല്ലേ? ആ പീഠത്തിന്റെ അത് ഒരു ബിംബം മാറ്റി കുടിവെച്ച് കഴിഞ്ഞാൽ ആ ജഡായ വസ്തുവിനെ പിന്നെ ഉള്ളിൽ വെക്കാൻ പാടില്ല. സ്ഥലത്തിന് മാഹാത്മ്യമുണ്ട്, പക്ഷെ കല്ല് അത് അഗാധമായ ജലത്തിൽ കൊണ്ടുവരണം. അപ്പോഴാണ് സ്ഥലത്തിന് പവിത്രത വരുള്ളൂ. അത് പൂർവികമായ മൂലസ്ഥാനം തന്നെ. ഈ സ്ഥലത്തെ മൂലസ്ഥാനം അതാണ്, ആ പാറയാണ്. ആ അതേ ചരിത്രമായി പറഞ്ഞ അതിന്റെ മുമ്പ് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമ്മളിപ്പോ കൊടുവള്ളിക്കാവിലത്തെ ശ്രീമൂലസ്ഥാനം ഇതാണ്. അതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞു എന്ത് പരമ്പര പറഞ്ഞു, പിന്നെ നാടുവാഴികളെ പറഞ്ഞു, ബ്രാഹ്മണ ഗൃഹം പറഞ്ഞു. അപ്പോഴൊക്കെയും എന്താണ് ഈ സിദ്ധ യോഗീശ്വരന്റെ മുമ്പിൽ പ്രത്യക്ഷമായ സ്ഥലം ഈ പാറ തന്നെയാണ്. ഏട്ടങ്കര പല സ്ഥലത്തുണ്ടാവാം, അല്ലെങ്കിൽ ദേവനെ വേറെ കൊണ്ടേക്കാം. ഇവിടത്തെ ഈ ചൈതന്യത്തിന്റെ മൂലസ്ഥാനം എന്താണ്? കുജെ അശ്മീകൃതം അല്ലെ? അശ്മ എന്ന് പറഞ്ഞ പാറയാണ്. ഈ പാറയുടെ മുകളിലാണ് ചൈതന്യം ആദ്യമായിട്ട് കണ്ടുള്ളത്. ആ പിന്നെ ഒക്കെ ഉള്ള പീഠമുണ്ടല്ലോ, കുഴിയുള്ളത്, അത് മനുഷ്യപ്രതിഷ്ഠ. ഇതൊക്കെ മനുഷ്യണ്ടാക്കിയതാണ്, അത് മനുഷ്യന്റെ അല്ല. ചൈതന്യം, ഈ പാറയിലിരിക്കുന്ന ചൈതന്യം അത് മാനുഷികമല്ല, അമാനുഷികമാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിനെ ബഹുമാനിക്കുക. ഏതിനെ? ഇവിടുത്തെ സ്ഥലത്തിനെ ബഹുമാനിക്കുക. മറ്റേ ജഡമായ വസ്തുവിനെ മാറ്റണം. അത്രേ ഉള്ളൂ. പിന്നെ അതാണ് സ്ഥിരരാശിയാണ്. അവിടെ തന്നെ വേറൊരു സ്ഥലം ഉണ്ടായിരിക്കും, അവിടുന്ന് വന്ന് വേറെ തന്നിട്ടുണ്ട്. ഇപ്പൊ വേട്ടേക്കരം വന്നിരിക്കുന്നത് പിന്നെ തമ്പുമല കോട്ടയെന്നാണ്. തമ്പുമല കോട്ടയെന്ന് പിന്നെ ബാലുശ്ശേരി വന്നു, തൃക്കലങ്ങാട് വന്നു, തൃക്കലങ്ങാട് നിന്ന് നിലമ്പൂർ കോവിലകത്ത് വന്നു. അങ്ങനെ പോവത്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അതൊക്കെ ഇന്നലെ പറഞ്ഞു. ഉണ്ട്
നമ്മളിപ്പോ കൊടുമുള്ളിക്കാവിലെ തേവര് ഇവിടെ ചൈതന്യം ചെന്ന സ്ഥലം ഈ പാറയാണ്. അതിന്റെ മുമ്പ് അവിടുന്ന് വന്നതായിരിക്കുമല്ലോ. ജലസ്ഥാനം തന്നെ നമ്മൾ പറഞ്ഞു, ജലം സംരക്ഷിക്കേണ്ട. പക്ഷെ നമുക്കിപ്പോൾ രക്ഷയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പാറക്കുളമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ വെള്ളത്തിന്റെ അടുത്താണ് ഈ ദേവീ ദേവന്മാര് കൂടികൊള്ളുള്ളൂ. സാമാന്യന് ഈ ആരുടെ പ്രകാരം 7-ാം ഭാവത്തിലെ അവിടെ ഈ ലക്ഷ്മ കഥയിൽ നിന്ന് സൂര്യൻ ചന്ദ്രൻ നിൽക്കൊണ്ടും അപ്പൊ ഈ ലക്ഷ്മ എന്ന് പറഞ്ഞ ഒരു പാറ പോലുള്ള സ്ഥലം തന്നെയാണ്. ഈ പാറക്കുളം ആരുടെ കൈവശ? സ്വകാര്യ വ്യക്തിയുടെ. അത് കേക്കോ, പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്തൊരു ജലാശയം ഉണ്ടെന്ന് ഞങ്ങൾ ജ്യോതിഷത്തിൽ കണ്ടിട്ടുണ്ട്. അതിപ്പോ ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. കിഴക്ക് ഭാഗത്ത് ജലാശയം ഉണ്ട്. ആ ജലാശയം ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതോ കുളം അയക്കാറില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല, ഇവിടെ ഇതിൽ കാണാറുണ്ട്. ഏതോ ആവട്ടെ. അത് പിന്നെ ഇനിയിപ്പോ ഏത് കുളം ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ടൊന്നും പോണ്ട. നമുക്ക് ഈ 33 സെന്റില് ഈ ഇല്ല അന്വേഷിച്ച് പോണ്ട, ഈ നമ്പിടി നിങ്ങൾ അന്വേഷിച്ച് പോണ്ട. അവരൊക്കെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ഷേത്രവും ഇതിന് പരിസരവും ഇതിന്റെ ഭാഗവും നമ്മൾ വൃത്തിയാക്കുക. മറ്റതിന്റെ പുരാതന ചരിത്ര രേഖകളൊക്കെ ഉണ്ടാവും. മറ്റേക്ക് പോകണ്ട, അതോ ഇതിലേക്കും കൂടി പോകണ്ടെന്ന് പറഞ്ഞത്. ഏത് ഇത് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. അല്ല ഇനിയിപ്പോ കുളം അവിടെ ഉണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഉള്ളതൊക്കെ പാടെ നേരെയൊക്കെ. എന്താണ് സംശയം? പറയൂ. എന്താ അമ്മ പറയണം? പറഞ്ഞോളൂ. പിന്നെ ഇവിടെ കുളമല്ലാതെ കുളം പോലത്തെ കിണറുകൾ ഉണ്ടായിരുന്നു. ഒരു 5 കിണറുണ്ടായിരുന്നു. ഒരെണ്ണം കിഴക്ക് ഭാഗത്ത്, ഒരെണ്ണം ഇവിടെ അതുണ്ട് പുഷ്കരണി. അല്ലല്ല, അതിന് പുഷ്കരണി എന്നാണ് സംസ്കൃതം പറയാ. അത്തരം സ്ഥലങ്ങളിലാണ് ഈ യോഗീശ്വരന്മാർ വന്നിരിക്കുള്ളൂ. അപ്പൊ അതാണ് അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകണ്ടെന്ന് പറയുന്നത്. വെള്ളം മുക്കിയെടുക്കാനുള്ള സൗകര്യം കൊക്കരണി എന്നാണ് നാട്ടുഭാഷ. അത് പറയാ ഈശ. അപ്പൊ അതൊന്നും നമുക്ക് അവിടേക്കൊന്നും പോകാൻ പറ്റില്ല. ഉണ്ടെങ്കിലാവാം, അത്രേ ഉള്ളൂ. അതൊന്നും ഇനിയിപ്പോ നമ്മളുടെയാണെന്ന് പണ്ട് നിങ്ങൾ അവിടെ ചെന്ന് വിളക്ക് വെക്കാനും പൂവി ഇടാനൊന്നും പോണ്ട. നമുക്കിപ്പോ ഈ ഇതിന്റെ ഈ വട്ടത്തിലുള്ളത് ചെയ്തല്ല അത് മാത്രം നോക്കും. പക്ഷെ ഈ പാറ അല്ല അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കുമ്പോ, നമ്മൾ യുക്തിസഹമായി ചിന്തിക്കുമ്പോ പാറയുടെ ഉള്ളിൽ അതിവിശിഷ്ടമായ നീരുറവുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതിപ്പോ ഒന്നും ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. അത് നമ്മൾ പുന്നമരം വെച്ച് വെള്ളം നനയ്ക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ നീരുറവ് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതിന് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ പുന്നമരം വന്നു കഴിഞ്ഞാൽ, വെച്ച് കഴിഞ്ഞാൽ നീരുറവ് ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇനി അവിടെ 25 കിലോമീറ്റർ അപ്പുറത്തുള്ള കുളം അത് നമുക്ക് കിട്ടുമൊന്നും ചെയ്യില്ല. ഇപ്പൊ തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ തൃശ്ശൂർക്കാരാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ 25 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഷ്ടമംഗല പ്രശ്നത്തിൽ തിരുവമ്പാടി ക്ഷേത്രം കേച്ചേരിക്ക് അടുത്തുള്ള തിരുവമ്പാടി ഇല്ലത്തുനിന്ന് വന്നതാണെന്നും മാധവൻകുട്ടി മാഷാണെന്ന് പ്രശ്നത്തിന് മുൻകൈയിൽ നടന്നത്. പിന്നെ നമ്മുടെ PK ബാലകൃഷ്ണപ്പണിക്കർ തയ്യൂർ കളരി, അദ്ദേഹമാണ് സദസ്സിനായിട്ടുണ്ടാകുന്നത്. കേച്ചേരിയിലുള്ള സ്ഥലത്ത് മാധവൻകുട്ടി മാഷ് കാറെടുത്ത് പോയി രാത്രി. അവിടെ തിരുവമ്പാടിയുണ്ട്, കുളമുണ്ട്. പക്ഷെ അതൊക്കെ അന്യാധീനപ്പെട്ടിരിക്കണം. ആ കുളത്തിൽ അവിടുത്തെ ധ്വജത്തിൻ്റെ തൂണിൻ്റെ അംശം ഉണ്ട് എന്ന് വരെ അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് കണ്ടുപിടിച്ചു. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമൊന്നും ചെയ്യില്ല. അത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ പുഷ്കരണി എന്നാണ്, സംസ്കൃതത്തിൽ പുഷ്കരണിയാണ്. അത് കൊക്കരണി എന്നാണ് നമ്മുടെ നാട്ടുഭാഷ. അപ്പോൾ 4-5 കൊക്കരണികൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഈ സാന്നിധ്യമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമുക്ക് പ്രകൃതിയിൽ സാന്നിധ്യമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ സാധനങ്ങളിൽ എന്ത് കണ്ടു? ഈ ശില സംരക്ഷിക്കണം. അതിന് ഉണ്ട് 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 ഉണ്ട്. ഇല്ല ഇല്ല ഇല്ല, അറിയില്ല. 60 അതിൻ്റെ ഒക്കെ മുമ്പാവാം. അതിൽ നൈസർഗികമായിട്ട് വെള്ളം ഉണ്ട് അതിൻ്റെ അടിയിൽ. അതെ, നമ്മള് ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രവും മനുഷ്യന്റെ 60 വയസ്സായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യുന്നു. ഇല്ല, ഉണ്ടാവില്ലാന്ന് വേണ്ട. ഇനിയിപ്പോ വന്നാലും ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ അവിടുന്ന് വെള്ളം പൊട്ടി വെച്ച് ഞങ്ങൾ എന്താ ചെയ്യാ? ഇതൊക്കെ ആകെ തണവണമില്ലേ? അപ്പൊ അവിടെ ഇരുന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ പാറ വന്നിച്ചാ മതി, പാറയെ ഒഴിവാക്കരുത്. അതിന്റെ പരിഷ്കാരത്തിന്റെ പേരിൽ ഒന്നും ചെയ്യരുത്. വിഗ്രഹം അവിടെ സ്ഥാപിച്ച എടുത്തു മാറ്റണം. ഏതാ വിഗ്രഹം അവിടെ? പീഠ ഇതിന്റെ അല്ലേ? പീഠം മുമ്പുണ്ടായിരുന്ന ബിംബത്തിന്റെ ഇരിപ്പാണത്, ഉപാധിയാണ്. അത് ജഡമാണ്. ആ ബിംബം പോയി അത് ജഡായി. അപ്പൊ അതിനൊരു സാമാന്യ ധർമ്മമുണ്ട്. ഒരു പീഠബിംബങ്ങൾ പ്രതിഷ്ഠ നടത്താം. പ്രതിഷ്ഠ നടത്തുമ്പോൾ പീഠത്തിന് കേടുണ്ട്, ബിംബത്തിന് കേടില്ലെങ്കിൽ പീഠം മാത്രം മാറ്റിയാൽ മതി. ആ ബിംബം കേട് വന്നാൽ പീഠം മാറ്റണം.
അപ്പൊ ബിംബം ഇല്ല അവിടെ, കേടുവരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജഡമായ വസ്തുവിനെ ആദരിക്കാൻ പാടില്ല. അത് അതിന്റെ ക്രിയാദികളുണ്ട് താന്ത്രികമായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു വിളക്ക് വെക്കാം. വേണമെങ്കിൽ അടിയിലിരിക്കുന്ന വിളക്കല്ല അങ്ങനെ വെക്കാം, വിരോധമില്ല. അത് തന്ത്രിയോട് ചോദിച്ചിട്ട് ചെയ്യാം. മറ്റേ പീഠം മാത്രമായിട്ട് വെച്ച് പഴയ ബിംബം അമോയി നഷ്ടപ്പെട്ടതാണ്. കല്ല് കൊത്താൻ വരുന്ന ആൾക്കാർ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലല്ല, അങ്ങനെയല്ല. ഇവര് കൊത്തി ഉണ്ടാക്കിയിട്ട് ഒരു ബിംബം വെച്ചിരുന്നു, ബിംബം നഷ്ടപ്പെട്ടു. അതാണ് ആ ദ്വാരം എന്നല്ല നമ്മൾ പറഞ്ഞില്ലേ. ഇനി അത് പോയ സ്ഥിതിക്ക് ഇത് മാത്രം വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ആരാധിക്കാൻ പാടില്ല. അത് നമ്മൾ മാറ്റണം. അഗാധമായ ജലത്തിലോ അല്ലെങ്കിൽ ഭൂമിയിലോ. ഇവിടെ വേറെ പ്രതിഷ്ഠ കഴിഞ്ഞല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ വെച്ച വിളക്ക് കാലം എടുത്തിട്ട് നമുക്ക് അങ്ങനെ വെക്കാം. അതന്നെ മതി. അങ്ങനെ വിളക്ക് ഉണ്ടാക്കൊന്നും വേണ്ട. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വിളക്ക് വെക്കാമല്ലോ. വ്യക്തി മനസ്സിലായ? അപ്പം അതിന് പിന്നെ അസാമാന്യമായ സാന്നിധ്യമുള്ള ശിലയാണെന്നും പിന്നെ അതിന് ഒരുപാട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെന്നും ജലനിർഗമന മാർഗങ്ങളുണ്ടെന്നും അതിൻ്റെ ഉള്ളിൽ തന്നെ ജലം ഉണ്ടെന്നാണ് അപ്പോൾ പറഞ്ഞത്. ഏതിൻ്റെ ഉള്ളിൽ? അധോമുഖ രാശിയാണെങ്കിൽ അടിയിൽ വെള്ളം ഉണ്ടെന്നല്ലേ പറയുന്നത്. അധോമുഖ രാശിയാണെങ്കിൽ അടിയിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ മുകളിലാണ് ഈ പാറ. അത് ഈ കളത്തിലിടാൻ പാടില്ല, പുറത്തു കൊണ്ടേ സംസ്കരിക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് ഇതിന്റെ ശുദ്ധിയിൽ നോക്കാം. ആദ്യത്തെ ശില ഉണ്ടെങ്കിലേ ഇതിന്റെ ഈ പറഞ്ഞ തത്വകലശം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല. ആ തത്വകലശത്തിന്റെ സമയത്ത് ജീവോളിമാരിയാണ് നമ്മൾ കണക്കാക്കുക. ഡെഡ് ബോഡി മാതിരിയാണ് കണക്കാക്കാറ്. ജഡായി ചൈതന്യം തൊട്ടാ കുളിക്കണം. അപ്പൊ ആ വെള്ളം നമ്മളിവിടെ മുക്കി ഒഴിക്കുന്നത്. അപ്പൊ നമുക്ക് കിണറൊന്ന് ശുദ്ധി വരുത്തി അതിൽ വല്ല ശിലാഖണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചൈതന്യത്തിനെ ജീവകലശത്തിലേക്ക് ആവാഹിച്ച് തത്വഹോമൊക്കെ ചെയ്ത് ആ കലശം ആടും. അത് നമ്മൾ ഒഴിവാക്കി ചെയ്യും. അല്ല, അതല്ല, ഈ സാധനം ഈ ബിംബ അതിലുണ്ടെങ്കിൽ എടുക്കണം എന്നർത്ഥം. രണ്ടായിട്ടുള്ളൂ. നമ്മൾ നവീകരണ കലശം ടോട്ടൽ. ഇപ്പൊ എല്ലാ ശുദ്ധികളും തീർക്കണം. അതിന്റെ നമുക്ക് ആ പാറ സംരക്ഷിക്കണം. ജഡായില്ലേ? ഇങ്ങനല്ലേ? അപ്പൊ അതിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ നാളെ പോയിട്ട് അവിടെ പൊട്ടിക്കണം എന്നാ. ജലാറ്റിൻ പൊട്ടിക്കാനല്ല പറഞ്ഞത്, വെള്ളം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മതി. ആ കിണർ ഉപയോഗിക്കാലോ. അത് ആവാല്ലോ, അത് ഉപയോഗിക്കാം. നല്ല സ്ഥാനത്തും അല്ലേ? ഉണ്ടാവും. ഭൂമിയുടെ അടിയിൽ വെള്ളം ഉണ്ടല്ലോ. അത്ര തന്നെ ഉള്ളു. പാറയിൽ വെള്ളം ഉണ്ടെന്നപ്പോ ഞങ്ങൾ പറഞ്ഞു വെച്ചത്. ഈ പാറ പൊട്ടിക്കൊന്നും ചെയ്യരുത്. അത് ഉപയോഗിച്ചാൽ മതി. അത് പിന്നെ വെടിയൊന്നും വെക്കണ്ട, ഉള്ള വെള്ളം ഉപയോഗിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് അമിതമായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ പുറത്തുള്ള ഭൂഗർഭ ജലം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ എവിടെ നിർത്തിയതിപ്പോ? അതിലിപ്പോ വ്യക്തിയുടെ ദോഷങ്ങളില്ലാത്തതുകൊണ്ട് ദേവാന്റെ അസാമാന്യമായ ചൈതന്യ വിശേഷം ഇവിടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ശിവന്റെ എല്ലാ തേജസ്സും ഉണ്ടെന്നുണ്ട്. വ്യക്തി ദോഷങ്ങളൊന്നുമില്ല. ബാലാന്നവർദ്ധാരാസു വെണ്ണാൻ ദോഷണ വിശേഷിച്ച അഷ്ടമി വിഷ്ടി രിക്താസു തിഥി നക്ഷത്ര ആശംസ സന്തോഷ ഗുളികോദയെ ചക്രാർത്ഥേ ഗ്രഹണേ സാർപ്പശിര സേകാർഗളേ തഥാ മൃത്യുദഗ്ധാദിയോഗേഷു പാപദൃഷ്ടിഷു ച ത്രയോദശ്യാം പ്രദോഷേ ച നിശീധേ രവിദർശനേ സംക്രാന്തി തഥാ പ്രഷ്ടും ലിഖർ പ്രത്യയോർ വധേ അഷ്ടമേ തഥാരാശോ ജന്മാഷ്ടമദേവിധു ഇത്യാദി ദുഷ്ടകാലേഷു പ്രശ്നസ്യാദ ശുഭപ്രദ. നിങ്ങളിതൊന്നും നോക്കാതെ പ്രദോഷം സമയമാണോ? ഒന്ന് സമയമല്ല, ഇല്ലല്ലോ. പ്രദോഷം തട്ടുവന്ന് അതില്ല, അല്ല അന്ന് തട്ടുവായിക്കുക. എന്തായാലും പ്രധാനപ്പെട്ട ദോഷം നൃത്തിയോഗൊക്കെ ഉണ്ട്. നൃത്തിയോഗൊക്കെ വന്നു കഴിഞ്ഞാൽ ദഗ്ധയോഗം ഉണ്ടെങ്കിൽ അമ്പലം തീക്കും. ഏകാർക്കളം വന്നാൽ അത്യാഹിതങ്ങൾ സംഭവിക്കും. അതൊന്നും കാണാനില്ല. അപ്പൊ ശിവന്റെ പ്രാധാന്യല്ലേ? പ്രദോഷ സമയത്ത് ശിവാർച്ചനം വിനാ, ശിവനെ പൂജിക്കല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ പ്രദോഷാചരണം ഉണ്ടോ? എവിടെ മേശാന്തി ഉണ്ടാ? ആരുടെ എന്തൊക്കെയാ പ്രദോഷത്തിന് ചെയ്യല്? അദ്ദേഹത്തിന് അതിന്റെ ചാർജുള്ള ആളാണ്. ശൈവരായ ആളുകൾ കൂടിയാണ് വാരിയർമാര്. എന്തൊക്കെയാ ഇവിടെ പ്രദോഷത്തിന് പതിവ്? അത് നമുക്ക് നന്നാക്കണത്. അത്രേ ഉള്ളൂ. അയ്യോ, അത് പോരായിരുന്നു. ആ 5-8 മാസമായ പ്രദോഷ പൂജ ഏവാ ഈ പ്രശ്നചിന്തയിലേക്ക് കഴി വെച്ചിരുന്നതാക്കി തോന്നുന്നു. ശിവനെന്ന് ഉണർന്നിട്ടുണ്ട്. എന്തൊക്കെയാ പതിവ്? മാല വാര്യ, അഭിഷേകം, പാലഭിഷേകം, ഇളനീരഭിഷേകം, വേണമെങ്കിൽ നല്ലെണ്ണയാവാം. എന്തൊക്കെ മലര് നേദിച്ച് ഇത് ഭസ്മം, പിന്നെ 11 സാധനമാവാം.
ആ എന്തൊക്കെ വെച്ചാൽ അതൊക്കെ ചെയ്ത് മലര് നേദിച്ച് ഒരു പൂജ സന്ധ്യക്ക് ആ സമയത്ത് ഭക്തന്മാര് വന്ന് നിൽക്കുക. ആ പറയുന്ന അതിന്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞ പ്രസാദ് പണിക്കനെ എന്താ പ്രദോഷത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കൊടുക്കും? പ്രദോഷം മാസത്തിൽ 2 തവണ പ്രദോഷം വരും. ത്രയോദശി ദിവസം സന്ധ്യയ്ക്ക് ത്രയോദശി വരുന്നതാണ് പ്രദോഷം. അന്നത്തെ സമയത്ത് ശിവൻ ഭഗവതിയെ പീഠത്തിലിരുത്തി ശിവൻ ആനന്ദം ഉത്തമാടുന്നുള്ളതാണ് സങ്കല്പം. ആ സമയത്ത് മറ്റു ദേവന്മാരെല്ലാം ആ സമയത്ത് അവിടെ എത്തിച്ചേരുകയും ഈ ശിവന്റെ ആനന്ദം ഉത്തമ ആടുന്ന സമയത്ത് അത് പങ്കുചേരുകയും പ്രത്യേകിച്ച് വിഷ്ണു എല്ലാം മൃദംഗം വായിക്കുന്നൊക്കെയാണ്. അപ്പൊ ആ സമയത്ത് കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നു. മാത്രല്ല ആ സമയത്ത് ദേവിയെ തന്റെ പീഠത്തിലിരുത്തി ആനന്ദ നൃത്തം ചെയ്യാണ് ആര്? നടരാജൻ. ആ സമയത്ത് കടുംതുടിയിൽ നിന്ന് വരുന്ന ശബ്ദമാണ് എന്ത്? ഭാഷയുടെ മൂലം. ഏത് ഭാഷയുടെ? ലോകഭാഷയുടെ മൂലം. എന്നുള്ള മാഹേശ്വര സൂത്രങ്ങളുടെ ആവിർഭാവം ഈ തുടിയിൽ നിന്നാണ് എന്നാണ് പറയണ. ഇവിടുത്തെ ഭാഷാ പണ്ഡിതന്മാരൊന്നും അംഗീകരിക്കില്ല. എന്താ വെച്ചാ അങ്ങനെയാണ് അതിന്റെ സ്വഭാവം കേട്ടോ. എല്ലാ ഭാഷയും കേട്ടോ, അറബി ആണെങ്കിലും ശരി, ഇംഗ്ലീഷ് ആണെങ്കിലും ശരി, സംസ്കൃതം ആണെങ്കിലും ശരി, ഏത് ഭാഷയാണെങ്കിലും. അപ്പോൾ ആ സന്ദർഭത്തിനെ മിസ്യൂസ് ചെയ്യാതെ വാരതിന് വേണ്ട കൈകാര്യം ചെയ്തോളൂ. വാരല്ലേ അത് ചോദിക്കല്ല കേട്ടോ. അതിനെന്താ എന്താ പറയാൻ കാരണമുണ്ട്? അല്ലല്ല, അതിന് കാരണമുണ്ട്. ഈ സമുദായങ്ങളിൽ തന്നെ ഗുണകർമ്മ വിഭാഗശ ഷാരുടിമാര് ഒരു വിഭാഗമുണ്ട്. സ്വതേ വൈഷ്ണവ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുണ്ടാവാറ്. ഈ ശൈവരായിട്ടുള്ള ബ്രാഹ്മണരാണ് ഇവരുടെയൊക്കെ വിശ്വാസം. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ പറഞ്ഞു, എന്താ അങ്ങയുടെ പേര്? ആ ബാലകൃഷ്ണൻ, കൃഷ്ണൻ ഒക്കെ അപൂർവമായിട്ടേ പതിവുള്ളൂ. അധികം ഉണ്ടാവും. അച്ഛൻ്റെ പേര് അമ്മാൻ്റെ പേരൊക്കെ പറയും കേട്ടോ. ശങ്കരവാര്യരാണ്, ശൂലവാണി വാര്യര് അല്ലേ? അപൂർവം. മൂത്തമാനാണോ? ആ മൂത്താളുടെ പേര് വീണ്ടും ശങ്കരൻ വന്നു. ഈ ശിവഭക്തന്മാരാണ് ഇവര്, ശൈവരാണ്. ഇപ്പൊ കൊട്ടിയൂരൊക്കെ സകല കാര്യവും ക്ഷേത്രത്തിന്റെയും തന്ത്രി സകല A to Z കാര്യങ്ങൾ നിശ്ചയിക്കുന്ന അവിടുത്തെ വാരനാണ്. അമ്പലത്തിന്റെ എല്ലാ ക്രയവിക്രയങ്ങളും അവരായിരുന്നു. ഇന്നും ഇപ്പൊ അവിടെ അങ്ങനെ, കൊട്ടിയൂർ ഇപ്പോഴും അങ്ങനെ തന്നെ, മാറ്റമൊന്നും വന്നിട്ടില്ല. ശൈവത്തിലേക്കാണ് ലയിപ്പിക്കുക. അങ്ങനല്ലേ ഞങ്ങൾ പറഞ്ഞത് തെറ്റില്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ മാനാകുമ്പോഴാണ് ഈ കൃഷ്ണനൊക്കെ ആയിട്ട് വരും. ഗോവിന്ദവാര്യര് എന്നൊക്കെ മൂന്നാമനും നാലാമനൊക്കെ പോയി. മറ്റത് ശങ്കരൻ, ശൂലവാണി, നീലകണ്ഠ അങ്ങനെ പോവുക. അപ്പോൾ ഇവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇവരുടെ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും, ഈ അമ്മി മുത്തശ്ശിയാണല്ലോ പിന്നെ ഭാര്യയ്ക്ക് മകളൊക്കെ ആയിട്ട് മാറുക, മരുമകളൊക്കെ ആയിട്ട് മാറുക. അപ്പോൾ അവർക്ക് എന്താ പ്രദോഷം എന്ന് അവർക്കറിയാം. അപ്പോൾ ചോദിക്കുക എന്താ വരശ്ശേരി പ്രദോഷത്തിന് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞുതരും. മാല കെട്ടാം, മലയുടെ നേദിക്കാം, കുളമാല കെട്ടാം, അഭിഷേകത്തിൻ്റെ വസ്തുക്കൾ എന്ത് ചെയ്യുന്നത്. ഇവിടെ അഭിഷേകം കഴിഞ്ഞ് മാല ചാർത്തിയിട്ട് നിങ്ങൾ എണ്ണേണ്ടി വരരുത്. എണ്ണയൊക്കെ തലേ ദിവസം തന്നെ അല്ലെങ്കിൽ രാവിലെ കൊടുന്നു കൊടുക്കുക, അത് തീർത്ഥമായിട്ട് വാങ്ങുക, ഉപയോഗിക്കുക. പ്രദോഷത്തിൻ്റെ അന്ന് ഒരു 100 ആളെങ്കിലും തൊഴാനുള്ള ശ്രമം മാതൃസമിതി ഉണ്ടാക്കണം. പറയണം എല്ലാവരോടും, ഇന്ന് പ്രദോഷമാണ്. ഇവിടെ തൃശ്ശൂർ സിറ്റിയിൽ പ്രദോഷം ഗംഭീരമായി നടക്കുന്ന അമ്പലങ്ങളുണ്ട്, അറിയാലോ. പൊങ്കുന്നം നമ്പർ 1, മറ്റേ വടക്കേ ശാന്തിയുടെ അമ്പലത്തിന് വരുന്ന അശോകേശ്വരം ഗംഭീരാണ്. മിഥുനപ്പള്ളി, മിഥുനപ്പള്ളിയിലുണ്ട്. പിന്നെ അങ്ങനെ വിയ്യൂര് ചെന്ന വിയ്യൂര് ക്ഷേത്രത്തിൽ ഗംഭീര ഗംഭീരാണ്. പൊങ്കുന്നത്തൊക്കെ അനവധി ആളുകളുണ്ട്. ആ സ്ഥലത്തിന്റെ മാഹാത്മ്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചോദിച്ചാൽ താനിക്ക് എന്ത് പ്രദോഷം, കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി, താനൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഭാഷയിൽ പറയരുത്. അവരും വരട്ടെ അല്ലേ. ഇപ്പൊ വിഷ്ണു ക്ഷേത്രത്തിൽ തിരുവോണം പോലെ തന്നെ പ്രാധാന്യം പ്രദോഷത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ല ത്രയോദശി നാളിന് ആ പ്രദോഷം നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും തുടങ്ങിയ പൂജ ആയിരിക്കാം ഈ പുനരുദ്ധാരണത്തിന് കാരണമാവുന്ന ഈ അഷ്ടമംഗല പ്രശ്നത്തിലേക്ക് വഴി തെളിച്ചിട്ടുണ്ടാവും. പിന്നെ കഴിഞ്ഞ പ്രദോഷത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞ ഇതെല്ലാം പറയണ്ട, എന്തെങ്കിലും കയ്യിൽ സ്റ്റോക്കെന്ന് പറയാപ്പോ. ബ്രാഹ്മണർക്ക് സന്ധ്യാവന്തനം ഉണ്ട്. 108 ഗായത്രി മിനിമം ചോദിക്കണം നിയമം. പ്രദോഷം ഒന്നും വേണ്ട, സന്ധ്യക്ക് ശിവനെ സേവിക്കണം എന്നാണ് അതിന്റെ. അത് ഗായത്രി എക്സെപ്ഷൻ ഉണ്ട്. തമിഴ്നാട്ടിൽ വളരെ മുടക്കാനും പാടില്ല. ശനി പ്രദോഷം, ശനിയാഴ്ച വരുന്ന പ്രദോഷം, മൂന്നാം പ്രദോഷം അതൊക്കെ വിശേഷമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിനൊക്കെ മഹത്തരാണ്. അതൊക്കെ മനസ്സിലാക്കട്ടെ. രോക്കും സൂക്കടും വരില്ലേ കുടുംബജീവിതം. നമ്മള് നോൽപ്പാക്കാതിരിക്കുക. അവനൊക്കെ മൂന്നാം പ്രദോഷം ശനി പ്രദോഷം അവർക്ക് പറഞ്ഞിട്ടില്ലേ? ഈ വെളുത്ത പ്രദോഷം
അധികം പ്രാധാന്യമായിട്ട് പറയാം. പ്രദോഷത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് കേൾക്കണം, ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ഒരു വിഷയം അത് കേൾക്കൂ. ശിവനെ ഇത്രയും പ്രാധാന്യമായിട്ട് ദിവസം മാറില്ല. ശിവരാത്രി കണ്ട ശിവരാത്രികളും ചിലപ്പോൾ ദിവസം തട്ടിക്കൊണ്ട് വരാറുണ്ട്. അതുപോലെ അതെ, അങ്ങനെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ ഈ എല്ലാ ദേവന്മാരും ശിവനെ ഒന്ന് സേവിക്കുന്ന സമയമാണ് ഈ സന്ധ്യ എന്നാണ് പറയാൻ. വിഷ്ണു മുതൽ എല്ലാ ദേവന്മാരും ശിവനെ സേവിക്കാം. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്, വേറെ പോകേണ്ടതാണ്. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലൂർ തമ്മിൽ ഒരു ബഹുത്സവമൊക്കെ ഉണ്ട്. കല്ലൂർ തമ്മിൽ ഒരു ബഹുത്സവ അതിന് വൈകുന്നേരം പുഷ്പാഞ്ജലി നിയമമുണ്ട്. ഈ പ്രദോഷോത്സവം വന്നാൽ അതില്ല, അത് ആ സമയത്ത് അത് ഒഴിവാക്കും. സന്ധ്യാവസനത്തിൽ ഗായത്രി അത്ര ജപിക്കണം നിർബന്ധമില്ല. അതൊക്കെ ഈ പ്രദോഷത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് എത്രയും മഹാത്മ്യ വ്രതമാണെന്നും അതേ സമയത്ത് ഈ പറഞ്ഞ വിഷയങ്ങൾ ഒന്നിന് പഞ്ചാക്ഷരങ്ങളും ജപിക്കാം. എത്ര പറ്റിച്ചാൽ പഞ്ചാക്ഷരങ്ങളും ജപിക്കാം. നല്ലതാട്ടോ പഞ്ചാരക്കാട്ടിനെ കുറിച്ച്. മറ്റത് പാലിലെ അഭിഷേകവും മറ്റത് നല്ല നെയ്യൊക്കെ ഇട്ടിട്ടേ നല്ല പായസമൊക്കെ ആയിട്ട്. ഭാര്യയുടെ രക്തത്തിലുണ്ട് ഈ പ്രദോഷം. ഭാര്യയുടെ രക്തത്തിൽ ഈ പ്രദോഷം ഉണ്ട്. അപ്പൊ അദ്ദേഹം നിങ്ങളുടെ എക്സിബിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പ്രദോഷത്തിന് മാത്രം ജപിക്കുന്ന മന്ത്രമുണ്ട്. പ്രദോഷ മന്ത്രം. പ്രദോഷ മന്ത്രം അത് സാധാരണ ഒരു 60 ദിവസം കഴിഞ്ഞാൽ ജയിക്കാൻ പാടുള്ളൂ എന്ന് പറയും. കാരണം കിട്ടും, കാരണം മരണഭയം ഇല്ലാണ്ടേ പത്രത് 10-16 പ്രദോഷം കഴിയുമ്പോഴേക്ക് അങ്ങനെയുള്ള അനുഭവമുള്ളവരുണ്ട് കേട്ടോ. പറഞ്ഞത് പ്രദോഷത്തിന് മാത്രം ജപിക്കാം, അത് അന്ന് മാത്രമേ ജപിക്കുള്ളൂ. എല്ലാ നെഗറ്റീവ് എനർജിന്നും പോകുന്നതാണ്. അപ്പോൾ ഒരു 60 ദിവസം കഴിഞ്ഞ് തുടങ്ങിയാൽ മതി എന്ന് പറയും. പിന്നെ ഈ ഭൂതപ്രേത പിശാച് എന്നൊക്കെ പറയുന്ന മനോസിന്റെ വിഷമങ്ങളുണ്ടല്ലോ, മനോവൈകല്യങ്ങള് ലോകത്തിലൊക്കെ പുരോഗമിച്ചിട്ടും മനോവൈകല്യങ്ങളും മനോരോഗങ്ങളും ഇപ്പൊ അവിടെ നടക്കും, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിന്റെ ഡോക്ടർമാര് വർദ്ധിച്ചു വരിക അല്ലേ? എല്ലാ ഹോസ്പിറ്റലും എന്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ അല്ലല്ല എന്താണ് ന്യൂറോ സൈക്കാട്രിസ്റ്റ് ഒക്കെ ഉണ്ടിട്ട് എന്നിട്ട് ഈ സാധനം ബാക്കിയാ അല്ലേ? അതിൽ നിന്നുള്ള ഭയം കൂടിയാണ് അത്ര. അതിന് ഒരു പിന്നെ കൊട്ടാരത്തി ശങ്കുണ്ണിന്റെ ഐതിഹ്യമാലയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു ബ്രാഹ്മണന് തന്നെ യക്ഷി പിടിക്കുമെന്നുള്ള ഭയം ഉണ്ടായിന്നാ. ആ സമയത്ത് മുത്തശ്ശനോട് ചോദിച്ചിത്ര എന്താ വേണ്ടേ യക്ഷി പിടിക്കാതിരിക്കാൻ വല്ല വഴിയുണ്ട് ചോദിച്ചിത്ര. അപ്പോൾ 36 പ്രദോഷത്തിന് ശിവനെ ഭജിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ യക്ഷിയുടെ ശാപം എന്താ വെച്ചാൽ ആ മൂത്രശങ്കയിൽ മരിക്കും എന്നാണ്. അപ്പോൾ ബ്രാഹ്മണനാണ്, അദ്ദേഹത്തിന് കുളിക്കാതെ ശിവനെ തൊടാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ പ്രദോഷത്തിൻ്റെ അന്ന് തന്നെ മൂപ്പര് കുളിക്കാൻ തുടങ്ങി. കുളിച്ച് കയറിയ മൂത്രശങ്കയായി പിന്നെയും കുളിക്കും. ഏതാണ്ട് പ്രദോഷം കഴിയുന്ന വരെ മൂപ്പര് കുളിച്ചു, തൊഴാൻ പറ്റില്ല. അങ്ങനെ ആ ദിവസം യക്ഷി പിന്നാലെ നടന്നതാണ്. അപ്പോൾ ആ അത്തരം മരണഭയത്തിൽ നിന്ന് പോലും പ്രൊട്ടക്ഷൻ കിട്ടാനാണ് പ്രദോഷ വ്രതവും. ഇനിയിപ്പോൾ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രദോഷത്തിന് വൈകുന്നേരം തൊഴുക. സൗകര്യമുള്ളവർ അല്ല, നീ വീട്ടിലിരുന്നിട്ട് മരിച്ചാലും മതി. ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇദ്ദേഹത്തിനെ പോലെ കഴിവും പരിചയവും എക്സ്പീരിയൻസുള്ള ആളുകൾ ഈ കഴകം നടത്തുന്ന അമ്പലങ്ങളും പറയാറ്. ഞാൻ ഹോസ്പിറ്റലിൽ പറയല്ലേ, അവർക്കറിയാം ഈ അമ്പലത്തിന് എന്ത് വേണം എന്ത് വേണ്ടാന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ വരുന്ന അമ്പലവാസികൾ. മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഈ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ ചെറുപ്പക്കാർക്ക് അത് അറിയണ്ടായില്ല. 2-3 വിഭാഗക്കാരെ ഞങ്ങൾ അടിയന്തരക്കാരെന്ന് പറയാം. എന്താ അടിയന്തരം അറിയാം? കഴകൻ അടിയന്തരം. ഇപ്പോൾ മാരാര്, വാര്യര്, ഗംഭീശൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവർക്ക് അവർക്ക് അറിയാം.